فقير في الورى لغناك يا أكرم الثقلين يا كنز الورى جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ അവരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ, ഇതിന് അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, ഇതിന്റെ ഗുണകാംക്ഷികൾ എല്ലാവരെയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന് തഖ്വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉപദേശിക്കുന്നു. മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വലിന്റെ മാസപ്പിറവി ദർശിക്കുന്നതിന്റെ മുൻപ് തന്നെ ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാനും പാടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ആസ്വദിക്കുവാനും തുടങ്ങിയിരിക്കുന്നു. ഒരു മുഅ്മിനായ മനുഷ്യൻ അവനെപ്പോഴും മദീനയെ ആശ്രയിക്കുകയും മദീനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവന്റെ മനസ്സ് ഉണ്ടാവുകയും ചെയ്യുക. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചെറിയ ഒരു നിസ്കാര പള്ളിയുടെ പരിസരത്തുള്ള മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാനും കേൾക്കാനും അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
സ്നേഹം പ്രകടിപ്പിക്കുവാനും ആദരവ് പ്രകടിപ്പിക്കുവാനും വേണ്ടി മാസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു പരിപാടി നിശ്ചയിച്ചു ഉറപ്പിച്ചത്. വിനീതനായ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ഇങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് നേരത്തെ തന്നെ വാക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇടക്ക് ദീർഘമായ 10-20 ദിവസം വിദേശ നാടുകളിൽ ഒരു സിയാറത്തിന് വേണ്ടി പോയിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങൾ ഉൾപ്പെടെ മൂസ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, ശുഐബ് നബി അലൈഹിസ്സലാം തുടങ്ങിയ അമ്പിയാക്കളുടെയും ധാരാളം ഔലിയാക്കളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളിൽപ്പെട്ട പല മഹാന്മാരുടെയും കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ അൽ ഹുജ്റത്തു ശരീഫ നിലനിൽക്കുന്ന മദീനയിലും ഇങ്ങനെ 4-5 രാഷ്ട്രങ്ങളിൽ യാത്ര ചെയ്ത് കഴിഞ്ഞ ദിവസമാണ് തിരിച്ചെത്തിയത്. ഏൽപ്പിച്ച പരിപാടി പങ്കെടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി പ്രവർത്തകന്മാരുടെ ക്ഷീണവും പ്രയാസവുമൊക്കെ കണക്കിലെടുത്ത് ആവുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാം എന്ന് കരുതി വന്ന അന്ന് തന്നെ, അന്നും ഇന്നലെയും ഇന്നുമൊക്കെ ഇതുപോലെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ചെറിയ ഒരു ദുആ നടത്തി അവസാനിപ്പിക്കും എന്നറിയിക്കുകയാണ്. സാധാരണക്കാരോട് പറയുന്നതല്ലേ എന്നെപ്പോലത്തെ സാധാരണക്കാർക്ക് അറിയുകയുള്ളൂ. നേരത്തെ ഞാനിവിടെ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അലി ഉസ്താദ് ഇവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അലി ഉസ്താദ് നമ്മോട് വഅദ് പറയുമെന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. അതുപോലെ വാരണാരക്കര തങ്ങൾ ദുആക്കുണ്ടാകുമെന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. എന്തോന്നറിയില്ല, അങ്ങനെ കരുതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും നേതൃത്വം നൽകുന്ന സാദാത്തുകൾക്കുമൊക്കെ ദീർഘ ആയുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യും. സഹോദരന്മാരെ, എല്ലാ മുസ്ലിമീങ്ങൾക്കും കേൾക്കാനും ഉൾക്കൊള്ളാനും ചിന്തിക്കാനും ഉതകുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. മുസ്ലിമീങ്ങളെല്ലാവരും ഒരു ലക്ഷ്യത്തിന്റെ ആളുകളാണ്. എല്ലാ മുസ്ലിമീങ്ങൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന മുസ്ലിമീങ്ങളും തനതായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയ, അറിഞ്ഞോ അറിയാതെയോ തെറ്റിദ്ധരിച്ചോ വ്യതിചലിച്ചു പോയ മുസ്ലിമീങ്ങളും എല്ലാവരും ഒരു ലക്ഷ്യത്തിന്റെ ആളുകളാണ്. അതെന്താ? ഈ നശ്വരമായ ജീവിതത്തിൽ നിന്ന് ശാശ്വതമായ ജീവിതത്തിലേക്ക് സമ്പാദിക്കണമെന്നും സൃഷ്ടി കർമ്മം ചെയ്ത മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
പൊരുത്തവും പ്രീതിയും സമ്പാദിക്കണമെന്നും അവനെ ധിക്കരിച്ച് നിഷേധിക്കുന്ന ആളുകൾക്ക് അവൻ നൽകുന്ന ശിക്ഷയിൽ നിന്ന്, നരകത്തിൽ നിന്ന്, അതുപോലെ ബർസഖിയായ ജീവിതത്തിലുള്ള ശിക്ഷയിൽ നിന്ന്, മഹ്ശറിലുള്ള ഭീതിതമായ രംഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അവന്റെ ഇഷ്ടദാസന്മാർക്ക്, ഇഷ്ടജനങ്ങൾക്ക് നൽകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമാണ് എല്ലാ മുസ്ലിമീങ്ങളും അല്ലാത്തവരും തമ്മിലുള്ള വലിയ വ്യത്യാസം അതാണ്. പക്ഷേ മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വശംവദരായി, പിശാചിന്റെ പ്രേരണയ്ക്ക് വശംവദരായി, തടീച്ചയ്ക്ക് വഴിപ്പെട്ട് ദുർബല നിമിഷങ്ങളിൽ പല തിന്മകളും ചെയ്തു പോകും. ചിലർ കള്ളു കുടിക്കുന്നവരുണ്ടാകും, ചിലര് നിസ്കാരത്തിൽ ഉപേക്ഷ വരുത്തുന്നവരുണ്ടാകും, ചിലര് മറ്റു പല തിന്മകളും ചെയ്യുന്നവരുണ്ടാകും. ആ തിന്മകളൊക്കെ ചെയ്യുന്നവരാണെങ്കിലും അതൊക്കെ വളരെ നല്ലതാണ്, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്ന് കരുതി ചെയ്യുന്നവരല്ല. അവനവന്റെ ഓരോ ദുർബല നിമിഷത്തിൽ അത്തരം തിന്മകളിൽ പെട്ടുപോകുന്നവരാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മനഃപൂർവം അങ്ങനെ തെറ്റുകൾ ചെയ്ത് അല്ലാഹുവിന്റെ വെറുപ്പും അവന്റെ ദേഷ്യവും ക്രോധവും അവന്റെ ശിക്ഷയും ഏറ്റുവാങ്ങണം എന്ന് ചിന്തിക്കുന്നവർ മുസ്ലിമീങ്ങളിൽ ഉണ്ടാവില്ല. ഒരുപക്ഷേ അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സാഹചര്യത്തിൽ അങ്ങനെ പെട്ടുപോകുന്നതുകൊണ്ട്. അങ്ങനെ സാഹചര്യത്തിൽ പെട്ടുപോയി തെറ്റ് ചെയ്ത് പിന്നീട് കഴിഞ്ഞുപോയ ജീവിതത്തിലേക്ക് എത്തിനോക്കി ചെയ്ത തിന്മകളെക്കുറിച്ച് ബോധവാന്മാരായി അല്ലാഹുവിലേക്ക് ഖേദം പ്രകടിപ്പിച്ച് കുറ്റബോധത്തോടുകൂടി കണ്ണുനീർ പൊഴിച്ചു പ്രാർത്ഥിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അവർ രക്ഷപ്പെടുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഏത് സമയത്ത് വുളു എടുത്തു കഴിഞ്ഞാലും വുളുഇന്റെ ശേഷം 3 പ്രാവശ്യം പ്രാർത്ഥിക്കൽ സുന്നത്തുണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. അല്ലാഹുവേ, നീ എന്നെ കുറ്റബോധമുള്ളവരിൽ ഉൾപ്പെടുത്തണം. കുറ്റബോധമുള്ളവരിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സും ഹൃദയവും ശുദ്ധിയുള്ള വൃത്തിയുള്ള ആളുകളിൽ ഉൾപ്പെടും. മർഹബ.
കുറ്റബോധമുള്ള ആളുകൾ ഹൃദയം ശുദ്ധിയുള്ളവരായിരിക്കും. ഹൃദയം ശുദ്ധിയുള്ള ആളുകൾ സൽജനങ്ങളിൽപ്പെട്ടവരായിരിക്കും. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന പ്രത്യേകമായി വുളൂഇന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാൻ കൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പോ ധാരാളം ആളുകൾ ഇങ്ങനെ ദിക്ർ ചൊല്ലാനുള്ള ഇജാസത്തും തേടി, അല്ലെങ്കിൽ ദിക്ർ പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകളെയും തേടി അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലാണ്. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഉസ്താദുമാരും നമ്മുടെയൊക്കെ മശായിഖുമാരും നമുക്ക് പഠിപ്പിച്ചു തന്നത് വസ്തഅ്മിലിൽ മഅ്സൂറ മിൻ ദിക്രിൻ ദുആ വകദാക തസ്ബീഹുൻ വതഹ്ലീലുൻ ജലാ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള, തങ്ങൾ ചൊല്ലിയതും ചൊല്ലാൻ നിർദ്ദേശിച്ചതുമായ സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അധിഷ്ഠിതമായി തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളും ദുആകളും നീ ഉപയോഗപ്പെടുത്തുക. വകദാക തസ്ബീഹുൻ വതഹ്ലീലുൻ ജലാ. അതേപോലെയാണോ തസ്ബീഹുകളും തഹ്ലീലുകളുമൊക്കെ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വാരിദായി വന്ന, അവിടുന്ന് അതത് സന്ദർഭങ്ങളിൽ ചൊല്ലാൻ നിർദ്ദേശിച്ച ദിക്റുകളും ദുആകളും ആവണം നമ്മളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നതിന്റെ അർത്ഥം അല്ലാത്ത ദിക്റുകളൊന്നും ചൊല്ലണ്ട എന്നല്ല, മറിച്ച് ഈ നിർദ്ദേശിക്കപ്പെട്ട ദിക്റുകളൊക്കെ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോ ഞാൻ സാധാരണക്കാരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യാത്ര പോകുന്ന സമയത്ത്, ഏത് യാത്ര പുറപ്പെടുമ്പോഴും, വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ചൊല്ലാൻ ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചൊല്ലാൻ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. കിടന്നുറങ്ങുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അടുപ്പിൽ തീ, കാലത്ത് എഴുന്നേറ്റടുപ്പിൽ തീ കൂട്ടുമ്പോൾ ദിക്ർ ചൊല്ലാൻ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തുടങ്ങിയിട്ട് എല്ലാ സന്ദർഭങ്ങളിലും ചൊല്ലേണ്ട പ്രത്യേകം പ്രത്യേകം ദിക്റുകളും ആ ദിക്റുകൾ ചൊല്ലിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങളും ചൊല്ലാഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് പഠിക്കാനും അത് ചൊല്ലാനും താൽപര്യവും ആവേശവും എടുക്കുന്നതിന് പകരം ഏതെങ്കിലും ശൈഖുമാരെ കണ്ടിട്ട് അല്ലെങ്കിൽ ത്വരീഖത്തുകാരെ കണ്ടിട്ട് അവരോട് പോയി ചൊല്ലാൻ ദിക്ർ ചോദിച്ചന്വേഷിച്ച് നടക്കുന്ന ഒരു സ്വഭാവം നമ്മിൽ പലർക്കും ഉണ്ട്, സ്ത്രീകൾക്കും ഉണ്ട്. അത് നമ്മുടെ മശായിഖുമാരും നമ്മുടെ പൂർവീക ആലിമീങ്ങളും നമുക്ക് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്ന മഹാന്മാരും കാണിച്ചു തന്ന രീതിക്ക് എതിരാണോ എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വുളൂഇന് ശേഷം ഈ ദിക്ർ ചൊല്ലണം, 3 പ്രാവശ്യം ചൊല്ലണം. ശേഷം 3 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു എന്ന സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. അതുകൊണ്ടൊക്കെ വലിയ ഫലങ്ങളുണ്ട്. ഒരു മനുഷ്യൻ
മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം, ആഖിബത്ത് നന്നാവണം. ജീവിതകാലത്ത് ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പ്രതിഫലം ലഭിക്കണമെങ്കിൽ മരിക്കുന്ന മനുഷ്യൻ ആഖിബത്ത് നന്നായി ഈമാനോടെ മരിക്കണം. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി എന്തു കർമ്മങ്ങൾ ചെയ്താലും, ഖുർആൻ ഓതിയാലും, മയ്യിത്ത് നിസ്കരിച്ചാലും, ദാനധർമ്മങ്ങൾ ചെയ്താലും, മറ്റു എന്തു കാര്യങ്ങൾ ചെയ്താലും മരിച്ചുപോയ ആളുകൾക്ക് അതുകൊണ്ട് ഉപകാരം ലഭിക്കുമെന്ന് പഠിപ്പിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉപകാരം ലഭിക്കണമെങ്കിൽ പഠിപ്പിച്ചിട്ടുള്ളത് മരിക്കുന്നവൻ ഈമാനോടെ ആഖിബത്ത് നന്നായി മരിക്കണം. ആഖിബത്ത് നന്നായി മരിച്ചില്ലെങ്കിൽ, ഈമാനോടെ മരിച്ചില്ലെങ്കിൽ ആ മനുഷ്യന് വേണ്ടി കോടിക്കണക്കിന് ദിക്ർ ചൊല്ലിയതുകൊണ്ടോ ആയിരക്കണക്കിന് ഖത്മ് ഖുർആൻ ഓതി തീർത്തതുകൊണ്ടോ ധർമ്മം ചെയ്തതുകൊണ്ടോ എല്ലാ അലിമീങ്ങളും ഒന്ന് നിസ്കരിച്ചതുകൊണ്ടോ ആ മരിച്ച മനുഷ്യന് ഒരു ഉപകാരവും കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് നമ്മുടെ പൂർവീകർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നത് ആഖിബത്ത് നന്നായി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാവണം, കലിമ ചൊല്ലി മരിക്കണം, ഈമാനോടെ മരിക്കണം. ഈമാനോടുകൂടി മരിക്കാൻ ഏറ്റവും നല്ല ഏറ്റവും നല്ല രണ്ടു കാര്യങ്ങൾ മഹാന്മാർ നിർദ്ദേശിക്കുന്നു. അബുൽ ഹസൻ ശാദുലി തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് ചോദിച്ചു, തങ്ങളെ, എനിക്കൊന്ന് നന്നായി മരിക്കണം. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം, ആഖിബത്ത് നന്നായി മരിക്കണം. ഈമാനോടുകൂടി മരിക്കുന്ന ആളുകൾക്ക് എനിക്ക് മക്കളില്ലല്ലോ എന്ന് പ്രയാസമില്ല, ദുആ ചെയ്യാൻ ആളുകളില്ലല്ലോ എന്ന് പ്രയാസപ്പെടേണ്ടതില്ല. ഞാനങ്ങ് മരിച്ചാൽ എനിക്കാരാണ് ദുആ ചെയ്യുക? എനിക്ക് വേണ്ടി ആരാണ് ഖുർആൻ ഓതുക? എനിക്ക് വേണ്ടി ആരാണ് ദാനധർമ്മങ്ങൾ ചെയ്യുക? ഇത്തരം പേടിയൊന്നും വേണ്ട. ഈ ഭൂമുലോകത്ത് മുസ്ലിമീങ്ങൾ നിലനിൽക്കുന്ന കാലത്ത് എവിടെയാവട്ടെ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ എവിടെയെങ്കിലും മുസ്ലിമീങ്ങൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എല്ലാ മരിച്ചുപോയ മുസ്ലിമീങ്ങൾക്കും പ്രാർത്ഥന ലഭിക്കും. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. പിൽക്കാലത്ത് വരുന്ന ആളുകൾ പറയുമല്ലോ, പറയേണ്ടതാണല്ലോ, റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കെല്ലാം നീ പൊറുത്തു തരണം നാഥാ. ഞങ്ങൾക്ക് മുൻപ് ഈമാനോടെ മരിച്ചുപോയവർക്ക് മുഴുവനും പൊറുത്തു തരണം. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅക്ക് പങ്കെടുത്തപ്പോ ഏത് പള്ളിയിലാവട്ടെ, ഏത് ഖതീബാവട്ടെ, ആ ഖതീബ് തന്റെ ഖുതുബയുടെ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഈ പ്രാർത്ഥന നടത്തിയിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ ജുമുഅക്ക് പങ്കെടുക്കുമ്പോ ഖുതുബയുടെ അവസാനത്തിൽ പ്രാർത്ഥന നടത്തുമ്പോ ഈ ആയത്ത് അദ്ദേഹം ദുആ ചെയ്യുന്നത് കേൾക്കാം. എല്ലാ ഖതീബുമാരും ഇങ്ങനെ ദുആ ചെയ്യുന്നു, എല്ലാ പണ്ഡിതന്മാരും ഇങ്ങനെ ദുആ ചെയ്യുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ മദീനത്ത് പള്ളിയിലാണ് ജുമുഅക്ക് കൂടിയത്. ആ ഖതീബ് ആ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്.
തൊട്ടു മുൻപത്തെ വെള്ളിയാഴ്ച ഞാൻ മസ്ജിദുൽ ഹറാമിലാണ് കൂടിയത്. അവിടുത്തെ ഖതീബും ഈ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. തൊട്ടു മുൻപത്തെ വെള്ളിയാഴ്ച ഞാൻ ബൈത്തുൽ മുഖദ്ദസിലാണ് ജുമുഅക്ക് കൂടിയത്. അവിടുത്തെ ഖതീബും ഈ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അല്ലാഹ്, ഏത് പള്ളിയിലെ ഖതീബാണ് ഇത് ദുആ ചെയ്യാത്തത്? ഞങ്ങളെ നാട്ടിൽ നിന്ന് മരിച്ചുപോയ മുസ്ലിമീങ്ങൾക്ക് എന്നല്ല, എന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ച മുസ്ലിമീങ്ങൾക്ക് എന്നല്ല, എന്റെ ഈ രാജ്യത്ത് മരിച്ചുപോയ മുസ്ലിമീങ്ങൾക്ക് എന്നല്ല, ഞാനുമായി ബന്ധപ്പെട്ട മുസ്ലിമീങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് എന്നല്ല, മറിച്ച് ആദം നബി മുതൽ ഈ നിമിഷം വരെ ഏതൊക്കെ മുസ്ലിമീങ്ങൾ മരിച്ചിട്ടുണ്ടോ അവർക്ക് മുഴുവനും പുറത്തു കൊടുക്കണമേ എന്നാണ് ഈ പ്രാർത്ഥിക്കുന്നത്. ഇതെന്തൊരു ഭാഗ്യമാ, ഇതെന്തൊരു നേട്ടമാ, ഇതെന്തൊരത്ഭുതമാ. അതുകൊണ്ട് മക്കളെ, ആഖിബത്ത് നന്നായി മരിച്ചു കിട്ടണം, ഈമാനോടുകൂടി മരിച്ചു കിട്ടണം. ഈമാനോടുകൂടി മരിക്കാൻ തങ്ങളെ നിങ്ങൾ എന്താണ് എന്നോട് നിർദ്ദേശിക്കുന്നത് എന്ന് അബുൽ ഹസൻ ഷാദുലി തങ്ങളോട് ചോദിച്ചപ്പോൾ ഷാദുലി തങ്ങൾ പറഞ്ഞത് രണ്ട് കാര്യമാണ് മോനെ. ഒന്ന്, ഏത് സമയത്ത് എവിടെ വെച്ച് തന്നെ നീ വാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടാൽ, മുസ്ലിമീങ്ങൾ മറന്നുപോയില്ലേ, വാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ആ വാങ്ക് വിളിക്ക് നീ സൈലന്റായി നിന്നുകൊണ്ട് അതുപോലെ മര്യാദയോടെ ചിട്ടയോടെ ആ വാങ്കിന് ഇജാബത്ത് നൽകുക. വാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്, വാങ്ക് വിളിക്കുന്ന സമയത്ത് മറ്റ് ജോലികളൊന്നും ചെയ്യരുത്. വാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊരാൾ ടോയ്ലറ്റിലേക്ക് അങ്ങ് കയറരുത്. വാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരാൾ വുളു എടുക്കരുത്. വാങ്ക് വിളിക്കുന്ന സമയത്തൊരാൾ ഖുർആൻ ഓതരുത്. വാങ്ക് വിളിക്കുന്ന സമയത്തൊരാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കരുത്. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാങ്ക് കേട്ടാൽ നിസ്കാരം മുറിക്കേണ്ടതില്ല. വുളു എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാങ്ക് കേട്ടാൽ വുളു നിർത്തിവെക്കേണ്ടതില്ല. കക്കൂസിലിരിക്കുന്ന സമയത്ത് വാങ്ക് വിളി കേട്ടാൽ ഇറങ്ങി ഓടേണ്ടതില്ല. മറിച്ച് വാങ്ക് വിളി കേട്ടാൽ പിന്നെ ഈ വക കാര്യങ്ങളൊന്നും ചെയ്യരുത്. വാങ്കിന് ഇജാബത്ത് ചെയ്യണം. അല്ലാഹ്, ഞാൻ ചോദിക്കുകയാണ്, വാങ്ക് കേൾക്കുന്ന സമയത്ത് ആ പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്നാണ് ഷാദുൽ ഇമാം പറഞ്ഞിരുന്നതെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും പറയാമായിരുന്നു, ഉസ്താദേ സാധിക്കുകയില്ല, അത് നടക്കുകയില്ല. ഞാൻ ചോദിക്കുന്നു, മോനെ, എന്താ നിനക്ക് തടസ്സം? 1 മിനിറ്റോ 2 മിനിറ്റോ നീണ്ടു നിൽക്കുന്ന വാങ്കിന് ഒന്ന് ഇജാബത്ത് ചെയ്താൽ, ഒന്ന് മിണ്ടാതിരുന്നാൽ, അതിനൊന്ന് മറുപടി കൊടുത്താൽ എന്താ മോനെ നിനക്ക് നഷ്ടം വരാനുള്ളത്? വാങ്ക് വിളിക്കുന്ന സമയത്ത് ഫോൺ ചെയ്യാൻ പറ്റുമോ? വാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പറ്റുമോ? പഴയകാലത്ത് ആളുകളൊന്നും ചെയ്യലില്ല. പഴയകാലത്ത് ആയിമ്മത്ത് നമ്മെ പഠിപ്പിച്ചതെന്താണ്? നിങ്ങൾക്ക് പറ്റിയോ പറ്റിയില്ല, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊന്നും എനിക്കറിയില്ല. വാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവൻ മരിക്കുന്ന സമയത്ത് മര്യാദക്ക് കലിമ ചൊല്ലി മരിക്കൂല. യതലജിലജു ലിസാനുഹു, അവന്റെ നാവ് കൊഞ്ഞച്ചു പോകും മരിക്കുന്ന സമയത്തെന്ന് ബഹുമാനപ്പെട്ട അയിമ്മത്ത് നമ്മെ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടില്ലേ? ആരാ ഇതൊക്കെ ഇന്ന് ശ്രദ്ധിക്കാറുള്ളത്? ആരാ ഇതൊക്കെ ഇന്ന് പറയാറുള്ളത്? ആർക്കാ ഇതൊക്കെ ഇന്ന് കേൾക്കേണ്ടത്? ആഖിറസമാന മക്കളെ, തകർന്നു പോകണ്ട, നശിച്ചു പോകണ്ട. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണമെങ്കിൽ ഒരു അടയാളം ഞാൻ പറഞ്ഞതാണ്. വാങ്ക് വിളിക്കുമ്പോ ഇജാബത്ത് ചെയ്തോ. പ്രസംഗിക്കുന്ന എന്നെ പോലുള്ള ആളുകൾ വാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് പ്രസംഗം നിർത്തുന്നു, അതുപോലെ പലതും നിർത്തിവെക്കുന്നു. പക്ഷേ പിന്നീട് അപ്പുറത്തും ഇപ്പുറത്തും തിരിഞ്ഞ് സംസാരിക്കുന്നു. ഇതെന്തിനാ? ചെയ്യരുത്. അതുകൊണ്ട് ഒരു ബഹുമാനപ്പെട്ട ഷാദുൽ ഇമാമിന്റെ ഒരു നിർദ്ദേശമായിരുന്നു അത്. വാങ്ക് വിളിക്കുന്ന സമയത്ത്
എല്ലാ ഏർപ്പാടുകളും നിർത്തി. അലക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയാണോ, അലക്കൽ നിർത്തിയിട്ട് ജവാബ് കൊണ്ട് ചെയ്യുക, വാങ്ങിന് ഇജാബത്ത് നൽകുക. അടുപ്പിൽ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണാണെങ്കിലേ അല്ലാ വാങ്ങി വിളിക്കുന്നു, അതങ്ങ് തീർന്നോട്ടെ എന്ന് കരുതിയിട്ട് സൈലന്റായിട്ട് ഇജാബത്ത് നൽകുക. ഈ എല്ലാ കാര്യവും അങ്ങനെ തന്നെ എന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട ശാദുൽ ഇമാം പറഞ്ഞത്, മോനെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് നീ കൂടുതൽ പാരായണം ചെയ്തോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഈ സൂറത്ത് പരമാവധി ഓദിക്കോ. പഴയകാലത്തെ ഉമ്മമാർ നമ്മെപ്പോലെ ഖുർആനും മറ്റും പഠിച്ചവരല്ല, നമ്മെപ്പോലെ മദ്രസയിൽ പോയവരല്ല, നമ്മെപ്പോലെ ഡിഗ്രി വാങ്ങിയവരല്ല. പക്ഷേ അവരതാ ഒതുവെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി ദിക്റ് ദുആ കഴിയുന്നതിന്റെ മുമ്പ് പ്രായമുള്ള ഉമ്മമാർ മിണ്ടലില്ല, സംസാരിക്കലില്ല. ഒതുവെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ സംസാരിക്കുകയില്ല, ദിക്റുകളാണ്. ഒതുവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തിയിട്ടുള്ള ദുആയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തുന്നുവോളം അവർ ഇന്നാ അൻസൽനാഹു സൂറത്തോതലാണ്. നിസ്കാരപ്പായിലെത്തിയാൽ പിന്നീട് അവർക്ക് ചൊല്ലലാണ്. എനിക്ക് പ്രായമുള്ള 90 വയസ്സ് പ്രായമുള്ള ഒരു വലിയ ഉമ്മ, ഒരു ഉപ്പുമ്മയുണ്ടായിരുന്നു. ആ ഉമ്മ കുളത്തിൽ നിന്ന് ഉളുവെടുക്കുമ്പോ മഗ്രിബായി കഴിഞ്ഞാൽ കൂടെ പേടിക്ക് നിന്ന് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടി നമുക്കുണ്ടായിരുന്നു. സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഉമ്മ അതാ ഉളുവെടുത്തു തുടങ്ങിയാൽ പിന്നെ മിണ്ടലില്ല. ഉമ്മയാണെങ്കിലോ തീരെ മദ്രസ പഠിച്ചിട്ടില്ല, ഓത്തുപള്ളിയിൽ നിന്ന് ഖുർആൻ പഠിച്ചതാ, ദീനിയാത്തും അമലിയാത്തും പഠിച്ചതാ. ഞാനൊരുപാട് കാലം കിതാബ് ഓതിയിട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞ ശേഷമാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ വുളൂഇന് ശേഷം ഒരു ഇന്നാ അൻസൽനാഹു സൂറത്തോതല് സുന്നത്തുണ്ട് കേട്ടോ. വന്നസിഹത്തു സഹൽ, വഅദ് പറയാൻ എന്തൊരെളുപ്പമാണ്, വഅദ് കേൾക്കാൻ എന്തൊരെളുപ്പമാണ്. വൽ മുശ്കിലു ഖബൂലുഹാ. അബൂ ഹനീഫത്ത് റഹിമഹുല്ലാഹ് പറഞ്ഞതൊരു സത്യമാണ്. വഅദ് പറയാൻ എളുപ്പമാണ്, വഅദ് പഠിക്കാൻ എളുപ്പമാണ്, വഅദ് കേൾക്കാൻ എളുപ്പമാണ്, വഅദ് സംഘടിപ്പിക്കാൻ എളുപ്പമാണ്. വൽ മുശ്കിലു ഖബൂലുഹാ. ഇത് സ്വീകരിക്കൽ വല്ലാതെ പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ ഈ പറയുന്നത് സ്വീകരിക്കാൻ എന്തൊരു പ്രയാസമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഉൾക്കൊള്ളുക. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ആഖിബത്ത് നന്നായി മരിക്കുന്ന ആളുകൾക്ക് ജീവിതകാലത്ത് ചെയ്ത സൽക്കർമ്മങ്ങൾക്കൊക്കെ കൂലി കിട്ടണമല്ലോ. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് 1-2 കാര്യമേ ആകെ പറയുന്നുള്ളൂ. സഹോദരന്മാരെ, നാം കാലച്ചെറുപ്പം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഇബാദത്തുകൾ, നിസ്കാരം ഉൾപ്പെടെ, നോമ്പ് ഉൾപ്പെടെ, ദിക്റുകൾ ഉൾപ്പെടെ, അതുപോലെ ദാനധർമ്മങ്ങൾ ഉൾപ്പെടെ എത്രയെത്ര അമലുകളാ ചെയ്യുന്നത്. ഈ അമലുകളൊക്കെ നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ മുൻപിൽ സ്ഥാപിക്കുന്ന ഒരു തുലാസുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മള്. ആ തുലാസിൽ വെച്ച് തൂക്കുന്നതാണ്. തൂക്കുമ്പോൾ നന്മയും തിന്മയും തൂക്കുമ്പോൾ ആ നന്മയുടെ തട്ട് മുൻതൂക്കമാവുകയും തിന്മ കുറയുകയും ചെയ്താൽ അവൻ രക്ഷപ്പെട്ടു. അപ്പോഴാണ് മനുഷ്യൻ സമാധാനിക്കാൻ വകുപ്പുള്ളത്. ഓർത്തു നോക്ക്, നിങ്ങളെ നാട്ടിലൊക്കെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ
നിങ്ങൾ കൂടെ പോകാറുണ്ടല്ലോ. ഒരു മഹല്ലത്തിന് ഒരു മുസ്ലിമായ സ്ത്രീയോ പുരുഷനോ മരണപ്പെട്ടാൽ, മുസ്ലിമാണ്, അള്ളാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തുന്നവനല്ല, റസൂലുള്ളാഹിനെ ചെറുതാക്കുന്നവനല്ല, റസൂലുള്ളാഹിനെ തരം താഴ്ത്തുന്നവനല്ല, അല്ലാത്ത ഒരു മുസ്ലിമാണ്. അങ്ങനത്തെ ഏതൊരു മുസ്ലിമായ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ മരണപ്പെട്ടാൽ ആ മുസ്ലിമായ മനുഷ്യൻ മരിച്ചെടുത്ത് പോകണം. അവന്റെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കണം. അവന്റെ മയ്യിത്ത് നിസ്കരിക്കണം. അവന്റെ മറമാടുന്നിടത്ത് ഹാജരാകണം. അതിനേക്കാൾ പുണ്യമുള്ള ഒരു അമൽ അന്നത്തെ ദിവസം വേറെ ചെയ്യാനില്ല. അതാണ് അന്നത്തെ ഏറ്റവും പുണ്യ അമൽ. നമ്മുടെ പൂർവീകരൊക്കെ അങ്ങനെയാണ്. മഹല്ലിൽ ഒരാൾ മരണപ്പെട്ടാൽ അന്ന് ആളുകൾ ജോലിക്ക് പോകലില്ല, അന്ന് ആളുകൾക്ക് വേറെ പരിപാടിയില്ല. ആ മയ്യിത്ത് മറമാടുന്നത് വരെ എത്ര സമയമാണെങ്കിലും ആളുകൾ ചുറ്റിപ്പറ്റി ആ മരിച്ചയിടത്ത് നിൽക്കലാ. 30, 35, 40 വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇതറിയില്ല. 40ന്റെ അങ്ങോട്ട് പ്രായമുള്ളവരോട് ചോദിക്കൂ, പഴയകാലത്ത് ഒരാൾ മരണപ്പെട്ടാൽ ആ മരിച്ച വീട്ടിന്റെ സമീപ വീടുകളിൽ 1ഉം 2ഉം വീടുകളിൽ ആളുകൾക്ക് കഞ്ഞിവെച്ച് കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്തിനാണ് കഞ്ഞി വെച്ച് കൊടുക്കുന്നത്? കാരണം മരിച്ചയിടത്ത് വന്നവരാരും പോവുകയില്ല. പോകലെപ്പോഴാ? ആ മയ്യിത്തെടുക്കുമ്പോഴേ മയ്യിത്തിന്റെ കൂടെ മാത്രമേ പോവുകയുള്ളൂ. അതുകൊണ്ട് ആ സമീപ വീടുകളിൽ കഞ്ഞി വെച്ചു കൊടുക്കുന്ന സ്വഭാവമുണ്ടായിരുന്നില്ലേ? ഇന്നത്തെ തലമുറക്കത് പരിചയമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, യദ്ഹബുദ്ദീനു സുന്നതൻ സുന്നതൻ കമാ യദ്ഹബുൽ ഹബ്ലു ഖുവതൻ ഫഖുവതൻ. ഒരു നല്ലതൊരു ചൂടിക്കയറ്, വണ്ണമുള്ളൊരു ചൂടിക്കയറ്, ആ ചൂടിക്കയറിന്റെ ഓരോ പിരികൾ ഇങ്ങനെ അഴിഞ്ഞു പോയാൽ ആ ചൂടിക്കയറി എങ്ങനെയാണോ പൊട്ടിയില്ലാതെയാകുന്നത്, അതേപോലെ എന്റെ ദീന് ഇല്ലാതെയാവുകയാ. ഈ ദീനില്ലാതെയാകുന്നത് നമ്മളിങ്ങനെ കാണുകയാ. ഓരോ സുന്നത്ത് ഇങ്ങനെ പോയി 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 ഈ ദീന് തന്നെ പറ്റെ നമ്മിൽ നിന്ന് പോവുകയാ. ആർക്കും ഒരു വേദനയുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര കൂടുതൽ പ്രായമുണ്ട് നിങ്ങൾക്ക് തോന്നുന്നു. 10, 45, 50 വയസ്സ് പ്രായം തോന്നിക്കാം. പക്ഷേ ഈ കാലയളവിൽ തന്നെ എത്രയെത്ര സുന്നത്തുകളാണ് നമ്മിൽ നിന്ന് ഇല്ലാതെയായി പോയത്, എത്ര സുന്നത്തുകളാണ് നഷ്ടപ്പെട്ടു പോയത്. ഇങ്ങനെ ഓരോ സുന്നത്തും ഇല്ലാതെയായി ഇതായി ദീനിങ്ങനെ ഇല്ലാതെയാവുകയാ. അല്ലാഹു നമ്മയൊക്കെ നല്ല കാലത്ത്, ദീനുള്ള കാലത്ത്, നല്ല ഈമാനുള്ള കാലത്ത്, നല്ല സ്ഥലത്ത് വെച്ച്, നല്ല സമയത്ത്, നല്ല രൂപത്തില് നമ്മുടെ റൂഹ് പിടിക്കുന്നൊരു ചുറ്റുപാട് അല്ലാഹു ഉണ്ടാക്കി തരട്ടെ. ഓ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെ ഈ സൽക്കർമ്മങ്ങളൊക്കെ ഇങ്ങനെ തൂക്കുമ്പോ, ഈ ജീവിതകാലത്ത് ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ റബ്ബിന്റെ അടുത്ത് തൂങ്ങണം. വളരെ നീതിപൂർവമായ ഒരു തുലാസാണ് നാം സ്ഥാപിക്കുന്നത്. ആ തുലാസിലാണ് നന്മയും തിന്മയും തൂക്കുന്നത്. അതേ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെച്ചിട്ട് ആ മയ്യത്തിന്റെ കബറിന്റെ സമീപത്ത് അഭിമുഖമായി എന്ന നിലക്കൊരാൾ ഇരുന്നിട്ട് ഈ മയ്യത്തിന് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നൊരു സ്വഭാവമുണ്ട്. കേൾക്കലില്ലേ? നമ്മളൊക്കെ കേൾക്കലുണ്ട്. ചില ആളുകൾ മനസ്സിലാക്കിയത് എന്താണ്? ഈ കബറിന്റെ ഉള്ളിൽ മറവ് ചെയ്യപ്പെട്ട മയ്യിത്തിനോടാണിത് പറയുന്നത് എന്നാണ്. വെറും തെറ്റിദ്ധാരണയാണ്. മരിച്ച മയ്യിത്തിനോടല്ല ആ പറയുന്നത്, മറിച്ച് ഈ മരിച്ച മയ്യിത്തിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ഒരു ആത്മാവുണ്ട്.
ഈ ആത്മാവിനെ നമ്മൾ കബറിൽ കൊണ്ടുപോയി മറവ് ചെയ്തിട്ടില്ല, ആത്മാവിനെ നമ്മൾ കുളിപ്പിച്ചിട്ടില്ല, ആത്മാവിനെ നമ്മൾ കഫൻ ചെയ്തിട്ടില്ല. ആത്മാവ് എവിടെയാ ഉള്ളത്? ഈ മയ്യത്തിന്റെ കബറിന്റെ പുറത്താണുള്ളത്. ഈ കബറിന്റെ പുറത്ത് നിൽക്കുന്ന ആത്മാവിനോടാണ് പറയുന്നത്. എന്താ പറയുന്നത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗതി വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഈ ആയത്ത് എല്ലാവർക്കും മനപ്പാഠമാണ്. എന്തേ? എല്ലാ ശരീരവും ഇങ്ങനെ മരിക്കും. അങ്ങനെ മരിച്ചാൽ വഇന്നമാ തുവഫൗന ഉജൂറകും, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കൂലി പൂർണ്ണമായി നൽകപ്പെടുന്നത്, നന്മ ചെയ്തവർക്ക് നന്മക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകുന്നത്, തിന്മ ചെയ്തവർക്കും പൂർണ്ണമായ പ്രതിഫലം നൽകുന്നത് അത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മാത്രമാണ്. എത്ര നന്മ ചെയ്താലും അതിന്റെ കൂലിയൊക്കെ ഇവിടുന്ന് കിട്ടിപ്പോയി എന്ന് കരുതണ്ട. കൂലി കൊടുക്കുന്ന ലോകം ഇതല്ല. എത്ര വലിയ ദുൽമ് ചെയ്താലും, എത്ര അക്രമം ചെയ്താലും, എത്ര ക്രൂരമായ കാര്യം ചെയ്താലും, നീ ചെയ്തു കൂട്ടുന്ന പരാക്രമങ്ങൾക്ക് നിനക്ക് പ്രതിഫലം നൽകുന്ന ലോകം മോനെ ഇതല്ല. നീ കള്ളു കുടിച്ചതിന്, നീ പാവപ്പെട്ടവരെ ദ്രോഹിച്ചതിന്, നീ ചെയ്ത അക്രമങ്ങൾക്ക്, നീ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങൾക്ക് നിനക്ക് പ്രതിഫലം നൽകുന്നത് ഇവിടെയല്ല. അങ്ങനെ ആർക്കും തോന്നണ്ട, ഞാൻ ആ മുസ്ലിയാർ അങ്ങനെ ചീത്ത പറഞ്ഞല്ലോ, എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ എത്രയെത്ര ആളുകളെ പരിഹസിച്ചു, ഞാൻ എത്രയെത്ര ആളുകൾക്ക് പാര വെച്ചു, എത്രയെത്ര ആളുകളെ തെറി പറഞ്ഞു, എത്രയെത്ര ആളുകളെ എന്തൊക്കെ ചെയ്തോ, എന്നിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ. മോനെ, നിനക്ക് പറ്റൂല. കാരണം നീ ചെയ്ത തിന്മകൾക്ക് പ്രതിഫലം നൽകുന്നത് ഇവിടെയല്ല. പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമുക്കറിയില്ലേ? ഏരിയൽ ഷാരോൺ ചെയ്ത പരാക്രമത്തിന് കൂലി കൊടുത്തത് ഇവിടെയാണോ? അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ ജീവിക്കുമായിരുന്നുവോ? അതുപോലെ തന്നെ ഇന്നും എത്രയെത്ര ആളുകൾ, ഞാൻ വ്യക്തിപരമായിട്ടെടുത്തു പറയുന്നില്ല, ഏത് ദുൽമ് ചെയ്താലും, ഏത് അക്രമം ചെയ്താലും, ഏത് തോന്നിവാസം ചെയ്താലും, ഏത് ധിക്കാരം ചെയ്താലും ആളുകൾക്കൊക്കെ പൂർണ്ണമായ പ്രതിഫലം കൊടുക്കുന്നത് ഇവിടെയല്ല, അത് ഖിയാമത്ത് നാളിലാണ്. അതേപോലെ തന്നെയാണ് നന്മ ചെയ്താലും. ഞാനിങ്ങനൊക്കെ നിസ്കരിച്ചിട്ട്, ഞാനിങ്ങനൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ട്, ഞാനിങ്ങനൊക്കെ നോമ്പ് നോറ്റിട്ട്, ഞാനിങ്ങനൊക്കെ പാവങ്ങളെ സഹായിച്ചിട്ട്, ഞാനിങ്ങനൊക്കെ ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എന്തൊരു രോഗമാ റബ്ബേ എനിക്ക് വന്നത്, എന്തൊരു കഷ്ടപ്പാടാണ് റബ്ബേ എനിക്ക് വന്നത്, എന്തൊരു പ്രയാസമാ റബ്ബേ എനിക്ക് വന്നത്. ചിന്തിക്കണ്ട പെങ്ങളെ, ചിന്തിക്കണ്ട മോനെ, നീ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് കൂലി തരുന്ന സ്ഥലം ഇതല്ല. നീ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് കൂലി നൽകുന്നത് അത് ഖിയാമത്ത് നാളിലാണ്. അതിനാൽ ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നിന്റെ നന്മയും തിന്മയും തൂക്കി അതിനുശേഷം നിനക്കൊരു പാലം കടക്കാനുണ്ട്. ആ സിറാത്ത് പാലമങ്ങ് കടന്ന് നിന്റെ രണ്ട് കാലും സ്വർഗത്തിലെത്തിയാൽ അപ്പോഴാ നീ നെടുവീർപ്പിടേണ്ടത്, അപ്പോഴാ നീ ശ്വാസം വിടേണ്ടത്, അപ്പോഴാ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത്. അതിന്റെ മുമ്പ് രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റൂല. മോനെ, ഒന്നുകൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ഇതൊക്കെ എന്റെ മുസ്ലിം സഹോദരങ്ങളോട് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, മുസ്ലിമീങ്ങളെ, നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം നാളെ റബ്ബിന്റെ അടുത്ത് തൂക്കാനുണ്ടാകും.
എന്ന് നിങ്ങളാരും കരുതണ്ട. നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ അവിടെ തൂക്കാനുണ്ടാകും, നോമ്പുകളൊക്കെ തൂക്കാനുണ്ടാകും. ഒരുപാട് നന്മകളും ഒരുപാട് തിന്മകളും രണ്ടും കൂടി വെച്ച് തൂക്കുമ്പോ അത് ഈക്വലായിട്ടങ്ങ് പോകും എന്നല്ലേ ഞാനും നീയുമൊക്കെ കരുതി വെച്ചത്. എന്നാൽ കേൾക്കണോ, ഒട്ടുമിക്ക അമലുകളും മേൽപോട്ടുയർത്തപ്പെടൂല. ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ് വൽ അമലുസ് സ്വാലിഹു യർഫഉഹു. സ്വാലിഹായ അമലുകളാണ് മേൽപോട്ടുയർത്തുന്നത്. ഈ സ്വാലിഹായ അമലുകൾ മേൽപോട്ടുയർത്തപ്പെടുന്നതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. നിബന്ധനകളുള്ള അമലുകൾ മാത്രമേ മേൽപോട്ടുയർത്തുകയുള്ളൂ. അമലുകളൊക്കെ പരിശോധിക്കുന്ന ഡ്യൂട്ടി ആർക്കാണ് എന്നറിയോ? അത് അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾക്കാ. നമ്മൾ ചെയ്യുന്ന അമലുകളുടെ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും പരിശോധിക്കുന്നത് മലക്കുകളാ. അല്ലാഹുവിന്റെ മലക്കുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു കൽപ്പിച്ച ഒരു കാര്യത്തിനും മലക്കുകൾ എതിര് ചെയ്യുകയില്ല. കൽപ്പിക്കപ്പെട്ടത് മാത്രം പ്രവർത്തിക്കുന്നവരാണ്. ആരോടും മലക്കുകൾക്ക് പ്രത്യേകം സിമ്പലുണ്ടാവില്ല, ദയവുണ്ടാവില്ല, സങ്കടമുണ്ടാവില്ല. ഓർഡർ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് റബ്ബിന്റെ മലക്കുകൾ കേട്ടോ. ആരോടും ഒരു സങ്കടം ഈ മലക്കുകൾക്ക് തോന്നൂല, ദയമലക്കുകൾക്ക് തോന്നൂല, കരുണമലക്കുകൾക്ക് തോന്നൂല, പാപമാണെന്ന് മലക്കുകൾ കരുതൂല. മലക്കുകൾ ഓർഡർ അനുസരിച്ചു മാത്രം പ്രവർത്തിക്കുന്നവരാണ്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ പള്ളിയുടെ പരിസരത്ത് ഒരു 80-90 വയസ്സ് പ്രായമുള്ള ഒരാളുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിച്ചോ. അയാൾ കൃത്യമായി പള്ളിയിൽ വരുന്ന ആളാണ്. എല്ലാ ജമാഅത്തിനും അയാൾ വരുന്നു. അയാൾക്ക് ശരിക്കും നിവർന്ന് നടക്കാൻ കഴിയില്ല, കുനിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഒരു വടിയും കുത്തിപ്പിടിച്ച് വളരെ പാടുപെട്ടാണ് നിസ്കാരത്തിന് വരുന്നത്. വന്നാലോ അയാൾക്ക് ശരിക്കും നിൽക്കാൻ കഴിയില്ല, കുനിഞ്ഞു നിൽക്കുകയാ. എന്തൊരു പാവപ്പെട്ട മനുഷ്യൻ. അയാൾ നിസ്കരിക്കുമ്പോഴോ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വീഴുകയാ. എന്തൊരു ഭക്തിയാണ്, എന്തൊരു ഖൗഫാണ്. അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് മനസ്സിലായി വല്ലാത്തൊരു സ്വാലിഹായ മനുഷ്യനാണ്, എന്തൊരു ഭക്തിയുള്ളവരാ. പക്ഷേ അങ്ങനെയൊക്കെ നിസ്കരിക്കുന്ന ആ മനുഷ്യന്റെ ആ നിസ്കരിക്കുമ്പോ അയാളെ തുണിക്ക് നല്ലൊരു ഓട്ടയുണ്ട്. ശരീരത്തിന്റെ നിറം, തൊലിയുടെ നിറം കാണുന്ന വിധത്തിൽ ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ ഒരു ഓട്ട അയാളെ തുണിയിലുണ്ട്. അല്ലെങ്കിൽ അയാൾ ഉളുവെടുത്ത സമയത്ത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീര വസ്ത്രത്തിൽ എവിടെയോ നജസുണ്ട്. എന്നാൽ ഇത്രയൊക്കെ കരഞ്ഞുകൊണ്ട് പാവപ്പെട്ട് കഷ്ടപ്പെട്ട് വന്ന മനുഷ്യനല്ലേ എന്ന് കരുതി ആ മനുഷ്യന്റെ നിസ്കാരം മലക്കുകളങ്ങ് ഉയർത്തൂല. അതൊന്നും മലക്ക് നോക്കൂല. മലക്കുകൾ ഷർത്തുണ്ടോന്നേ നോക്കൂ, ഓർഡർ അനുസരിച്ചേ ചെയ്യൂ. ഇതൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഏത് കാര്യവും അങ്ങനെയാണ്. അതിന്റെ നിബന്ധന പൂർത്തിയായിട്ടുണ്ടോ, അതിന്റെ അദബുകൾ പൂർത്തിയായിട്ടുണ്ടോ, അതിന്റെ ഷർത്തുകളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ, കറക്റ്റ് റെഡിയായത് മാത്രമേ ഈ മലക്കുകൾ മേൽപോട്ടുയർത്തുകയുള്ളൂ. ഒന്നുകൂടി ഞാൻ പറയുന്നു, നിങ്ങൾക്കറിയുമോ ആകാശത്ത് മലക്കുകൾ ഉയർത്തപ്പെടുന്ന ആകാശത്തിന്റെ കവാടത്തിനരികിൽ 2 മലക്കുകൾ നിൽക്കുന്നുണ്ടെന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിക്കുന്നു. ഏത് മുത്തുനബി? ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്ന നബി, ഈ സർവകാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്ന നബി,
ഈ വിശുദ്ധ ഖുർആൻ റബ്ബിന്റെ കലാമാണെന്ന് പറഞ്ഞു തന്ന നബി, അള്ളയുണ്ടെന്ന് പറഞ്ഞു തന്ന നബി, സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്ന നബി, നരകമുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന നബി ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ മലക്ക് നോക്കുന്നത് എന്താണ്? ഈ മനുഷ്യൻ ഇന്ന് നേരം പുലർന്ന ശേഷം കളവ് പറഞ്ഞിട്ടുണ്ടോ, ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടോ, ആരോടെങ്കിലും വല്ല വൈരാഗ്യമോ വിദ്വേഷമോ ഈ മനുഷ്യന്റെ മനസ്സിലുണ്ടോ, അവന്റെ ഒരു അമലും മേൽപോട്ടുയർത്തൂല. ഇവ പാവല്ലേ, മലക്ക് ചിന്തിക്കൂല. ഞാൻ ചോദിക്കുന്നു, അസൂയ വലിയ രോഗമാണ്. അള്ളാഹു നമ്മുടെ മനസ്സൊക്കെ ശുദ്ധിയാക്കി തരട്ടെ, ആമീൻ പറയാൻ തൗഫീക്ക് നൽകട്ടെ. സഹോദരന്മാരെ, ഞാൻ ചോദിക്കുന്നു, അസൂയ എന്ന് പറയുന്ന രോഗം ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും ഇല്ല. എന്നാ പിന്നെ അസൂയ എല്ലാത്ത ആളുകളാരുണ്ടോ ചോദിക്കലായിക്കോട്ടെ. അസൂയ എല്ലാത്ത ആരെങ്കിലും അതെന്താ ഉണ്ടോന്ന് അറിയില്ല ഉസ്താദെ, കാരണം അസൂയ എന്താണെന്ന് അറിയണ്ടേ. അസൂയ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഒരാള് ഇവിടെ 10 ആളിങ്ങനെ ഇരിക്കുകയാണ്, അതിൽ ഒരാൾ ആ NH റോഡിൽ വന്നിട്ട് നല്ലൊരു ഇന്നോവ കാറിൽ ആളിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഷോട്ടും കൂട്ടുമായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ കുറെ ആളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ഇപ്പൊ 2000 നോട്ടല്ലേ ഒരു ഘട്ടാണ് കൊടുത്തു, 2 ലക്ഷം റുപ്യ. അങ്ങനെ എന്തായാലും അങ്ങനെ ഒരാളെ നോക്കിയാണ് കൊടുത്താണ്, ആളുകൾ അങ്ങനെ അങ്ങനെ കൊടുത്തു. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താ നമ്മക്ക് കിട്ടിയെങ്കിൽ നമുക്ക് കിട്ടാത്ത ദേശീയ എന്നല്ല, അയാൾക്ക് കിട്ടിയ ദേശീയാണ്, അയാൾക്ക് കിട്ടിയൊരു ദേശീയാണ്. അപ്പൊ നമുക്ക് ഒക്കെ ഒരു പ്രയാസം, എന്തേ അയാൾ അയാൾക്ക് കൊടുത്ത് ഞമ്മക്ക് എന്നൂടെ, അങ്ങനല്ല, എന്തോ ഒരു പ്രയാസം. അങ്ങനെ ആ പ്രയാസമായിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കട്ടോ, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞാൽ ആള് വന്നിട്ട് അല്ല കാശ് കൊടുത്ത ആളുടെ ഞാൻ പേച്ചു പോയതാണെങ്കിൽ നമുക്ക് സന്തോഷമായില്ലേ, തിരിച്ചു വാങ്ങിയപ്പോ അതിന്റെ പേരാ അസൂയ. അപ്പൊ നമുക്ക് കിട്ടാത്തതിൽ എന്റെ ദേശം മറ്റേ കൊടുത്തേലാണ്, കാരണം അത് തിരിച്ചു വാങ്ങിയപ്പോ നമുക്ക് ആ പ്രശ്നം പോയല്ലോ. ഞാൻ ചോദിക്കുന്നത് പറ്റിയത് എനിക്കറിയില്ല, ഈ അസുഖമില്ലാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഈ അസുഖമില്ലാത്ത അയാൾ കൊടുത്തപ്പോ നമ്മളെ മുഖമൊക്കെ വാടി, ഞമ്മക്ക് കിട്ടാത്തോണ്ടാ അല്ല, പക്ഷെ അയാൾ വന്ന് തിരിച്ചു വാങ്ങിയപ്പോ നമുക്ക് എന്താ ഈ പ്രശ്നം തീർന്നു. അപ്പൊ ഞമ്മക്കുള്ള പ്രശ്നം എന്താ? തന്റെ സഹോദരന് കിട്ടിയതിലുള്ള ബേജാറാണ്. ഇതിന്റെ പേരാണ് മോനെ അസൂയ. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് ഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബാ. ഈ അസുഖമില്ലാത്ത കച്ചവടക്കാരുണ്ടോ? ഈ അസുഖമില്ലാത്ത സാധാരണക്കാരുണ്ടോ? ഈ അസുഖമില്ലാത്തവര് വളരെ വളരെ കുറവല്ലയോ ഉമ്മമാരെ? എന്നാൽ നമ്മുടെ നബി നമ്മെ പഠിപ്പിച്ചതെന്താണ്? അസൂയ ഉള്ള ഒരു മനുഷ്യന്റെ അമലിമേൽ പോട്ട് ഉയർത്തപ്പെടൂല. ഞാൻ ചോദിക്കുന്നു, അമ്മായിമ്മമാരുമായി പോരടിക്കുന്ന എത്ര മരുമക്കളുണ്ട്? മരുമക്കളുമായിട്ട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന എത്ര അമ്മായിമ്മമാരുണ്ട്? നാത്തൂന്മാരുമായി അസൂയയുള്ള എത്രയെത്ര പെങ്ങന്മാരുണ്ട്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമല്ലേ? വഅദ് പറയാൻ എന്തൊരെളുപ്പമാ, വഅദ് കേൾക്കാൻ എന്തൊരെളുപ്പമാ. ഞാൻ ചോദിക്കുന്നു, അണുമണി തൂക്കം ഈമാനുണ്ടോ? ഉൾക്കൊള്ളാൻ പറ്റുമോ? ഈ വക മനസ്സുള്ള ആളുകളുടെ ഒരു അമലും മേൽപോട്ടുയർത്തപ്പെടൂല. അതുകൊണ്ട് നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ, അനുഷ്ഠിച്ച നോമ്പുകളൊക്കെ, രാവിലെ എഴുന്നേറ്റ് അമ്മായിമ്മ ഖുർആൻ ഓതുകയാ, തൊട്ടടുത്ത റൂമിൽ മരുമകൾ ഓതുകയാ, തൊട്ടടുത്ത റൂമിൽ നാത്തൂൻ ഓതുകയാ. എത്രയാണ് ഖുർആൻ ഓതുന്നത്, എത്രയാണ് ദിക്ർ ചൊല്ലുന്നത്, എത്രയാണ് പല പല അമലും ചെയ്യുന്നത്. പക്ഷേ ഒന്നും മേൽപോട്ട് ഉയർന്നിട്ടില്ല.
നന്മതിന്മ തൂക്കുന്ന തുലാസിലെത്തുമ്പോ ഇതൊന്നും അവിടെ കാണൂല, തൂക്കാനില്ല. ഈ കൂട്ടത്തിൽ കൃഷി ചെയ്ത് പരിചയമുള്ളവരുണ്ടോ? ഞാൻ ചോദിക്കുന്നു, 500 വാഴ കൃഷി നേന്ത്രവായ 500 വാഴ കൃഷി ചെയ്ത് കൊലക്കുമ്പോഴേക്ക് ആ കർഷകനത്ര അധ്വാനിച്ചിരിക്കണം. അല്ലാ, കൃഷി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നോക്കും പോലെ നോക്കണ്ടേ? എപ്പോഴും അതല്ലേ ചിന്ത. 500 വാഴ കൃഷി ചെയ്ത് കൊലക്കുമ്പോഴേക്ക് 5-8 മാസം ആ മനുഷ്യൻ എന്തൊരു ബേജാറാണ്, എന്തൊരധ്വാനമാ. വായന്റെ കൊല വെട്ടി, സുബ്ഹാനല്ലാഹ്, കൊലയൊക്കെ അതാ വാഹനത്തിൽ കയറ്റി മാർക്കറ്റിൽ കൊണ്ടുപോയി, കോട്ടക്കലോ കോഴിക്കോടോ മാർക്കറ്റിൽ കൊണ്ടുപോയി തൂക്കുകയാണ്. തൂക്കിയിട്ടിങ്ങനെ തുലാസിൽ വെക്കുമ്പോ ഓരോ വാഴക്കൊലയും 12-15 കിലോഗ്രാം ഉണ്ടാകുമെന്നാ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ തൂക്കി നോക്കുമ്പോ 18-20 കിലോ തൂക്കമുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഹാജിയാരേ, നിങ്ങൾക്ക് ചെറിയ ചിരി വരാൻ തുടങ്ങിയില്ലേ? തുലാസിന്റെ നാമ്പിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ എന്തൊരു സന്തോഷമാ. അതേ സമയത്ത് ഞാൻ ചോദിക്കുന്നു, പഴയകാലത്ത് നമ്മുടെ നാട്ടില് ഇവിടുന്ന് പൂള തൂക്കി വിൽക്കുമ്പോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് തൂക്കി വിൽക്കുമ്പോ അതൊന്നായിട്ട് കളച്ചിട്ട് തൂക്കിക്കൊടുക്കുമ്പോ എത്ര നല്ല വണ്ണമുള്ള പൊടിയുള്ള ഗുണമുള്ള കിഴങ്ങുകളാണെങ്കിലും ഒരു കൈക്കോട്ട് പറ്റിയാൽ, ഒരു ചെറിയ വീക്ക്നെസ് വല്ലതുമുണ്ടെങ്കിൽ അത് തൂക്കത്തിലെടുക്കൂല, മാറ്റിവെക്കൂലേ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കണ്ട് പരിചയമുള്ള മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, എന്തെങ്കിലും ഒരു പുഴുക്കുത്ത് നമ്മുടെ അമലുകളിൽ മലക്കുകൾ കണ്ടാല് അതൊന്നും മേൽപോട്ട് ഉയർത്തപ്പെടൂല. നന്മയും തിന്മയും തൂക്കുന്ന തുലാസിലെത്തുമ്പോ നിസ്കരിച്ചത് കാണാനില്ലല്ലോ, നോമ്പെടുത്തത് കാണാനില്ലല്ലോ, ധർമ്മം കൊടുത്തത് കാണാനില്ലല്ലോ. പെങ്ങന്മാരെ, സഹോദരിമാരെ, വേദന കൊണ്ട് പറയുകയാ, ഈ ഒട്ടുമിക്ക അമലുകളും അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബത്തിന്റെ പണിയെടുത്തപ്പോ സാധാരണ പള്ളിപ്പണിയല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഭൂമിയിലെ ആദ്യത്തെ ഭവനമാ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ. പവിത്രമായ ഗേഹമാ. എഞ്ചിനീയറും സ്ഥാനവും നിർണയിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമാ. സർവനിർദ്ദേശവും ജിബ്രീലാ. പക്ഷേ ആ കഅബത്തിന്റെ പണിയെടുത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റിയിട്ട് 90 ചില്ലാനം വയസ്സ് പ്രായമുള്ള ഇബ്രാഹിം നബി ദുആ ചെയ്തത്, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഒന്ന് കബൂലാക്കല്ലാ. ഞാൻ ചോദിക്കുന്നു, ചിന്ത വന്നിട്ടുണ്ടോ? നല്ല സമാധാനത്തിലല്ലേ നമ്മളുള്ളത്? അല്ലാഹ് പ്രായപൂർത്തിയെത്തിയ നിസ്കാരങ്ങളൊന്നും ഒഴിവാക്കിയതായിട്ട് ഓർമ്മയില്ല, നോമ്പുപേക്ഷിച്ചത് ഓർമ്മയില്ല, അതേ സക്കാത്ത് കൊടുക്കാത്തതായിട്ട് മുതലില്ല. ഞാനൊക്കെ ഏറെക്കുറെ ചിന്തിച്ചവനാണ്, പ്രവർത്തിച്ചവനാണ് എന്ന സമാധാനത്തിലല്ലേ. പക്ഷേ ഒരമല് പോലും മേൽപോട്ട് ഉയർത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ അമലുകളൊക്കെ പരിശോധിക്കുന്നത് മലക്കുകളായതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയോ ഒരു ദയയോ കരുണയോ മലക്കുകൾക്ക് നമ്മോടുണ്ടാവില്ല. അതേ സമയത്തോ നമ്മൾ ചെയ്യുന്ന തിന്മകൾ അതിന് യാതൊരു നിബന്ധനയില്ല. കള്ളു കുടിച്ച് ശരിയാവാൻ വല്ല ശർത്തുണ്ടോ?
വ്യഭിചരിച്ചൊന്ന് ശരിയായി കിട്ടാൻ വല്ല ഷർത്തുണ്ട്? കളവ് പറഞ്ഞത് സഹിയാവാൻ വല്ല ഷർത്തുണ്ടോ? ഏത് തിന്മയും ചെയ്യലോടുകൂടി റെക്കോർഡാകുകയാണ്. എല്ലാം നിന്റെ തുലാസിൽ കൃത്യമായിട്ട് തൂങ്ങുന്നതാണ്. ഒരു തിന്മയും ഒഴിവാവുകയില്ല. വവുദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒരു ചെറിയ തിന്മ പോലും ഒഴിഞ്ഞു പോയിട്ടില്ല, ഒന്നും തന്നെ ഒഴിവായി പോയിട്ടില്ല. തിന്മകൾ പടച്ച റബ്ബിന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടുന്നതിന്, രേഖപ്പെടുത്തുന്നതിന് ഒരു നിബന്ധനയുമില്ല. ഈമാനുള്ളവരോട്, അണുമണിത്തൂക്കം ഈമാനുള്ളവരോട്, ചിന്തിക്കുന്നവരോട്, ആഖിറം രക്ഷപ്പെടണമെന്ന് ഓർക്കുന്നവരോട് രണ്ടും കൂടി ഒന്ന് താരതമ്യം ചെയ്തോ, നീ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും തെറ്റുകളും ഫുള്ള് നിന്റെ തുലാസിൽ റെഡിയുണ്ട് കേട്ടോ. അതേ സമയത്ത് നീ ചെയ്തിട്ടുള്ള ഒരു അമലും അവിടെ കൃത്യമായിട്ടുണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഈ നിലക്കാ നമ്മുടെയൊക്കെ അവസ്ഥയുള്ളത്. പിന്നെങ്ങനെയാണ് നിങ്ങളോട് വഅദ് പറയുക? പിന്നെ എങ്ങനെയാ നിങ്ങളോട് പ്രസംഗിക്കുക? പിന്നെ എങ്ങനെയാണ് സമാധാനിക്കുക? എവിടെയാ മോനെ സമാധാനിക്കാൻ നമുക്ക് വകുപ്പുള്ളത്? കാലച്ചെറുപ്പം 10-13 വയസ്സ് മുതൽക്ക് അള്ളാഹുവിന്റെ കിതാബോധാൻ വേണ്ടി, ഖുർആനോദാൻ വേണ്ടി, ഇൽമു പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടത്. ദീർഘമായ 6-7 കൊല്ലം അതിന് ചെലവഴിച്ചത്. പിന്നീട് അതുവരെ അതിന് ഖിദ്മ ചെയ്തുകൊണ്ട് നടന്നതാ. പക്ഷേ ഇതൊക്കെ റബ്ബിന്റെ അടുത്ത് കബൂലായിട്ടുണ്ട് എന്ന് യാതൊരു ഉറപ്പുമില്ല. ജീവിതമാണെങ്കിലോ സിംഹഭാഗവും കഴിഞ്ഞുപോയി. സമ്പാദിച്ചതാണെങ്കിലോ ഒന്നും ഉറപ്പില്ല. ഇത് വിനീതനായ പാവപ്പെട്ട എന്റെ അവസ്ഥയാണെങ്കിൽ നമ്മിൽ ഒട്ടുമിക്ക ആളുകളുടെയും കഥ ഇതുതന്നെയല്ലേ? എന്നാൽ മുസ്ലിമീങ്ങളെ, വിനീതനായ ഞാനൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രക്ഷപ്പെടാൻ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ ഇങ്ങനെ നന്മയും തിന്മയും തൂക്കുമ്പോൾ എല്ലാ കണ്ണുകളും നീളുന്നത്, സർവ കണ്ണും വന്നുയരുന്നത്, സർവരും വന്ന് നോക്കുന്നത് ഒരേ ഒരു വ്യക്തിയെയാ. ഹിബഹു ഹമാനാ മിൻ അദാബി ഇലാഹിനാ ഫലനാദിറുൻ ഇല്ലാ ഇലൈഹി തമൂഹു. അതുകൊണ്ട് ഏതൊരു മനുഷ്യന്റെയും നന്മയും തിന്മയും തുലാസിൽ വെച്ചിങ്ങനെ തൂക്കുമ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റമല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? പാസ്പോർട്ട് ഓഫീസിലും അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ ക്യൂ നിൽക്കുമ്പോ, ടോക്കൺ എടുക്കുമ്പോ ടോക്കൺ നമ്പർ പ്രത്യക്ഷപ്പെട്ട് വിളിച്ചു പറയുന്നത് കേൾക്കലില്ലേ? കൗണ്ടർ വിളിച്ചു പറയുന്നത് കേൾക്കലില്ലേ? ഇതേപോലെ നന്മയും തിന്മയും ഇങ്ങനെ തൂക്കിയിട്ട് ഒരു അണു നന്മ കൂടുതലാണോ? സഇദ ഫുലാൻ വിജയിച്ചു എന്ന അനൗൺസ്മെന്റ് വന്നുപോയി. അവൻ വിജയിച്ചു, പിന്നീട് പരാജയമില്ല. പിന്നീട് അവൻ അതാ വലിയ വിജയമാണ് കരേത്തുകയാണ്. അതേ സമയത്ത് അണുമണിത്തൂക്കം നന്മയ്ക്ക് കുറവാണ്. ആ അണുമണിത്തൂക്കം നന്മയ്ക്ക് കുറവ് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവനോട് പറയും, ഇതാ കോടിക്കണക്കിന് ആളുകള്, നിന്റെ മിത്രങ്ങളുണ്ട്, നിന്റെ ഉറ്റവരുണ്ട്, നിന്റെ ഉടയവരുണ്ട്. ചോദിക്കും, ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ നൽകുമോ? അണുമണി തൂക്കം നന്മ നിനക്ക് നൽകുമോ? ഇല്ല, ഇല്ല, ഒരാളും നൽകില്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതു കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എടുത്തുദ്ധരിച്ചിട്ട് അവൻ മശ്ശറിൽ മുഴുവനും തിരയുകയോ, ഒരു അണുമണി തൂക്കം സൽക്കർമ്മത്തിന്റെ കുറവേ എനിക്ക് രക്ഷപ്പെടാനുള്ളൂ, ഒന്ന് നൽകുമോ? നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മ നൽകുകയില്ല, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നൽകുകയില്ല, ഉപ്പ നൽകുകയില്ല, നേതാവ് നൽകുകയില്ല, അനുയായികൾ നൽകുകയില്ല, ഒരാളും അണുമണി തൂക്കം നൽകുകയില്ല. പോട്ടെ, അതിന് പകരം നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോട്, ഉപ്പയോട്, കുടുംബത്തിലുള്ള ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ബാധ്യത നിനക്ക് കൊടുത്തു വീട്ടാനുണ്ടെങ്കിൽ നീ ദയനീയമായിട്ട് നിൽക്കുകയാ. മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് കേൾക്കണോ, പരാജയപ്പെട്ടു എന്ന അനൗൺസ്മെന്റ് വരുന്നതോടുകൂടി ഈ രണ്ട് കൈകളിൽ ഇതാ ഒരു വട്ടക്കണ്ണി കൊണ്ട് കുടുക്കിപ്പോയി. നിങ്ങൾ കണ്ടില്ല, കുറ്റവാളികളെ പോലീസുകാർ കൈക്ക് ആമം വെക്കുന്നു, അതേപോലെ കുടുക്കിയിട്ട് ഈ രണ്ട് കൈകളും നിന്റെ താടിയല്ലിലേക്ക് കുത്തിയിട്ട് മേൽപോട്ടുയർത്തി കഴുത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടു. ഇനി നിന്നെ തല താഴ്ത്താൻ കഴിയൂല. നീ അറിയുമോ, വലിയ വലിയ കാലിച്ചന്തകളിൽ ചെന്നാൽ വില പറഞ്ഞുറപ്പിച്ച് വിറ്റിരിക്കുന്ന കാളകളെ, കന്നുകളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നത് പോലെ നിന്നെ മാറ്റി നിർത്തിപ്പോയി. ആ ഘട്ടത്തിലാണ് നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ, നീയുമായി ബന്ധപ്പെട്ടവർ, അല്ലാ എന്റെ പൊന്നുമോനാണല്ലോ അത്, ആ പൊന്നുമോനിൽ നിന്നൊരു ബാധ്യത എനിക്ക് കിട്ടാനുണ്ട്, അത് എന്റെ പൊന്നുമോനല്ലേ, ഞാനങ്ങ് വിട്ടുകൊടുക്കട്ടെ. ഒരു ഉമ്മയും കരുതൂല, ഒരുപ്പയും കരുതൂല, ഒരു വിട്ടുവീഴ്ചയും ചെയ്യൂല. എന്റെ മകനായതുകൊണ്ട് അവൻ പോകട്ടെ, എന്റെ മകനായതുകൊണ്ട് രക്ഷപ്പെടട്ടെ എന്ന് ഒരു ഉമ്മയും കരുതൂല. സൂറെന്ന കാഹളത്തിൽ അങ്ങ് അനൗൺസ്മെന്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ രക്തബന്ധങ്ങളില്ല, കുടുംബ ബന്ധങ്ങളില്ല, ആരോടും പ്രത്യേകം സദാ കാരുണ്യമില്ല. വിശുദ്ധ ഖുർആൻ ആരും ആരെയും പരിഗണിക്കില്ല. അങ്ങനെ മാറ്റി നിർത്തുമ്പോ ഓരോരുത്തരും ആ തുലാസിൽ ഇങ്ങനെ വെക്കുമ്പോ നോക്കുന്ന ഒരാളാരാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്താ സലാത്തെല്ലാം എന്തോ ഒരു മടിയുണ്ട്, എന്താ എനിക്ക് സുഖല്ലേ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്കൊക്കെ ജലദോഷ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്, അസ്വാദിഖുൽ മസ്തൂഖ് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹ്. അമ്പിയാക്കൾക്ക് അല്ലാഹു 1,24,000 ചെയറുകൾ, സുന്ദരമായ ചെയറുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കസേരകൾ. മഹ്ശറിൽ അമ്പിയാക്കളൊക്കെ ആ ചെയറിലിരിക്കും. അവർക്ക് വലിയ പരിഗണനയാണ്, അതുറപ്പല്ലേ. വലിയ VIP-കൾക്ക് എവിടെയെങ്കിലും ക്യൂ നിൽക്കേണ്ടി വരാറുണ്ട്, അവരെന്തെങ്കിലും അറിയാറ്, അവരെപ്പോഴും രക്ഷപ്പെടുമല്ലോ. അമ്പിയാക്കളെന്ന് വലിയ പദവിയില്ല. എന്നാൽ അമ്പിയാക്കൾക്ക് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കസേരകളിൽ 1-2 കസേര അന്ന് കാലിയാണ്. ആ കസേരയിൽ അതിലെ പ്രവാചകർ വന്നിരുന്നിട്ടില്ല. ആരാണ്? മുത്തു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് കസേരയിലില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെന്ന് കസേരയിലില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതേ
ഞാൻ എന്റെ കൂട്ടുകാരായ അമ്പിയാക്കളോടൊന്നിച്ച് ഞാൻ കസേരയിൽ ഇരുന്നാൽ, കുശലം പറഞ്ഞാൽ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടില്ലെങ്കിലോ എന്ന് കരുതി മുത്തുനബി എന്ന് പ്രവർത്തന നിരതമാ, വലിയ തിരക്കിലാ. ഓ മുസ്ലിമീങ്ങളെ, ഒരു സംഭവം പറയട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അപ്പോഴാണ് എന്റെ ഉമ്മത്തിൽപ്പെട്ടൊരു പാവപ്പെട്ട മനുഷ്യൻ വിചാരണയ്ക്ക് വരുന്നത്. അവന്റെ നന്മയും തിന്മയും തൂക്കുമ്പോ അണുമണി തൂക്കം തിന്മ കൂടുതലായി, നന്മ കുറഞ്ഞു പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം ഒരു പച്ച നിറമുള്ള ഷാളും പൊതച്ചുകൊണ്ട് സമീപത്ത് നിൽപ്പുണ്ട്. അല്ലാ, മലക്കുകളാമാകാ അത് വിളിച്ചു പറയപ്പെട്ടു പോയി, ശഖിയ ഫുലാൻ, ഇന്നാലിന്ന മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന ശബ്ദം കേട്ടപ്പോഴേക്ക് അതാ മലക്കുകൾ വന്ന് കൈകൾ ബന്ധിപ്പിച്ചു. അതാ രണ്ട് കൈകൾ താടിയല്ലിലേക്ക് കുത്തിയിട്ട് കഴുത്തിൽ കുടുക്ക് ചങ്ങലയിട്ടു. ഈ മനുഷ്യൻ വാവിട്ട് കരഞ്ഞു, അല്ലാ, ഇതെന്തൊരത്ഭുതമാ, ഒരു പോയിന്റല്ലേ കുറവുള്ളൂ, ഒന്നുകൂടി തൂക്കിക്കൂടെ, ഒന്നുകൂടി പരിശോധിച്ചുകൂടെ? മലക്കുകൾക്ക് ശ്രദ്ധയില്ല, മലക്കുകൾക്ക് ദയവില്ല. ആദം നബി അലൈഹിസ്സലാം ഓടിച്ചെന്നുകൊണ്ട് മലക്കുകളോട് പറയുന്നു, ചെയ്യരുത്, ഈ മനുഷ്യനെ ഒന്നുകൂടി നിങ്ങൾ വിചാരണക്കെടുക്കണം, ഒന്നുകൂടി ഇദ്ദേഹത്തിന്റെ കാര്യം പരിഗണിക്കണം. മഹാനായ ആദം നബി പറയുന്നത് മലക്കുകൾ കേൾക്കുന്നില്ല. ഈ മനുഷ്യനെ മാറ്റി നിർത്തപ്പെടാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ആദം നബി ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, പൊന്നുമോൻ മുത്തുനബിന്റെ അടുത്ത് ഓടിച്ചെന്ന് പറയുകയാ, റസൂലേ, അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ടൊരു പാവപ്പെട്ട മനുഷ്യനെ മലായിക്കത്ത് കനങ്ങനെ വെച്ചിട്ട് മാറ്റി നിർത്തിപ്പോയി. ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്താൽ, ഒന്നുകൂടി പരിശോധിച്ചാൽ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയുണ്ട്. ഹബീബ് ഓടിയെത്തിപ്പോയി. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സർവ്വ സൃഷ്ടികളെയും റബ്ബ് വഴിപ്പെടുത്തി കൊടുത്തതാണ്. ദുനിയാവിലും ആഖിറത്തിലും നബിക്ക് വഴിപ്പെടാത്തവരില്ല, നബിക്ക് വഴങ്ങാത്തവരില്ല. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പകരക്കാരാകുന്ന സാദാത്തുക്കൾ, തങ്ങന്മാര്, അവർക്ക് വഴങ്ങാത്തവരില്ല. ഒരു ജിന്നുമില്ല, ഒരു ഫിരീത്തുമില്ല, ഒരു പിശാചുമില്ല. എല്ലാ ആളുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിന് മുത്തുനബിന്റെ പകരക്കാരെന്ന നിലയ്ക്ക് വഴങ്ങിക്കൊടുക്കേണ്ടതാ. കുതുബിന് വഴങ്ങുന്നത് പോലെ, ലോകത്തിന്റെ കുതുബിന് സർവസൃഷ്ടികളും അനുസരിക്കേണ്ടതുപോലെ വഴങ്ങേണ്ടതുപോലെ അതാ മുത്തുനബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട യഥാർത്ഥ അഹ്ലു ബൈത്തിനും വഴങ്ങുന്നതാ. ആഖിറത്തിൽ നരകം മുത്തുനബിക്ക് വഴങ്ങേണ്ടതാ, മലക്കുകൾ വഴങ്ങേണ്ടതാ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് ചെല്ലുമ്പോൾ മലക്കുകളം അംഗീകരിച്ചിട്ട് ഈ മനുഷ്യനെ രണ്ടാമതും നന്മയും തിന്മയും തൂക്കുകയാണ്. തൂക്കാൻ അങ്ങ് തുലാസിലിട്ടുമ്പോ മുസ്ലിമീങ്ങളെ കെട്ടുകഥകളല്ല, വാറോലകളല്ല, ഐതിഹ്യമല്ല, പുരാണമല്ല, ചിത്രീകരണമല്ല, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ആരാ നിനക്ക് അള്ളയുണ്ടെന്ന് പറഞ്ഞു തന്നത്? ആരാ നിനക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നത്? ആരാ നിനക്ക് നരകമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നത്? ആരാണ് ഈ വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങളൊക്കെ നിനക്ക് എത്തിച്ചു തന്നത്? ആരാണ് ഈ ഖുർആൻ റബ്ബിന്റെ കലാമാണെന്ന് പറഞ്ഞു തന്നത്? അതേ കേന്ദ്രം തന്നെ, അതേ
റസൂൽ തന്നെയാണ് ഈ പറയുന്നത്. അതേ മറ്റു കാര്യങ്ങൾക്കൊക്കെ എത്രയാണോ നീ പ്രാധാന്യം നൽകുന്നത്, അതേ പ്രാധാന്യത്തോടുകൂടി വിശ്വസിച്ചോ. അതിനാണ് മുത്തു മുഹമ്മദ് മുസ്തഫ ചന്ദ്രൻ പിളർത്തി കാണിച്ചു തന്നത്, ഈന്തപ്പനകളെ നടത്തി കാണിച്ചു തന്നത്, ചരക്കല്ലുകളെ കൊണ്ട് തസ്ബീഹ് ചൊല്ലിപ്പിച്ചു കേൾപ്പിച്ചു തന്നത്, അല്ലാഹ് ചങ്ങായെ കൊണ്ട് പ്രഭാഷണം നടത്തി കേൾപ്പിച്ചു തന്നത്, അത്ഭുതങ്ങളൊക്കെയും കാണിച്ചു തന്നത് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. രണ്ടാമതങ്ങ് തൂക്കുമ്പോ നേരത്തെ കാണാത്ത ഒരുപാട് തിന്മകൾ അതാ പുറത്തു വരുന്നു. ഭാരം കൂടുന്നു, നന്മ കുറയുന്നു, തിന്മകൾ കൂടുതൽ കൂടുതലായി കനം തൂങ്ങുന്നു. ഈ മനുഷ്യൻ വാവിട്ട് കരയുന്നു. അതാ ഫലാനാമിറുൻ ഇല്ല ഇലൈതമുഹു, തങ്ങളിലേക്ക് നോക്കുന്നു. തങ്ങളാ തുലാസിന്റെ അടുത്ത് വന്നിട്ട് അവിടുത്തെ മടിത്തട്ടിൽ നിന്ന് എന്തോ ഒരു വസ്തു എടുത്തിട്ട് ഇതിലങ്ങ് നന്മയുടെ തട്ടിലങ്ങ് വെച്ചുകൊടുത്തു. അതങ്ങ് താന്നുപോയി, വിജയിച്ചു പോയി. വിജയിച്ചപ്പോൾ അനൗൺസ്മെന്റ് വന്നപ്പോൾ നിർണായക ഫുട്ബോൾ ഗ്രൗണ്ടിൽ വിജയത്തിന്റെ അവസാന നിമിഷത്തിൽ ആരാണ് വിജയഗോളടിക്കുന്നത്? വിജയഗോളടിച്ചിട്ടുള്ള കളിയിലെ താരത്തെ മറ്റു ആളുകൾ വന്നിട്ട് കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് ആശീർവദിക്കുമ്പോൾ ഈ മനുഷ്യൻ ഹബീബിനെ കെട്ടിപ്പിടിക്കുന്നു, ഹബീബിനെ ആശീർവദിക്കുന്നു. എന്തേ തങ്ങൾ എന്റെ തട്ടിലുട്ടത്? തങ്ങളെന്തേ എന്റെ നന്മയുടെ തുലാസിലേക്ക് ഇട്ടുകൊടുത്തത്? ആഖിർ സമാനിലെ മക്കളെ, മുഹമ്മദുർ റസൂലുള്ളാഹ് മോനെ, എത്രയെത്ര സലാത്തുകള്, എത്രയെത്ര മദ്ഹിന്റെ വാഗാനങ്ങള്, റസൂലുമായി ബന്ധപ്പെട്ട മദ്ഹുകള്, സ്വലാത്തുകൾ എത്രയാ ചൊല്ലിയത്. ഹബീബുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ പരിശോധിക്കുന്നത് മലക്കുകളല്ല. സ്വലാത്തിന്റെ പരിശോധകർ അത് മലക്കുകളല്ല. മൗലിദിന്റെ പരിശോധകർ അത് മലക്കുകളല്ല. ഹബീബിന് ഉമ്മത്ത് ചെയ്യുന്ന സ്വലാത്ത്, ഹബീബിന് ഉമ്മത്ത് നൽകുന്ന സലാമ്, ഹബീബിന് ഉമ്മത്ത് കൊടുത്തയക്കുന്ന ഹദിയകള്, ഹബീബിന്റെ പേരിൽ ചെയ്യുന്ന ഒരു കാര്യവും അല്ലാഹ് അത് പരിശോധിക്കുന്നത് മലക്കുകളല്ല, അത് മുത്തുനബിയാ. ഇത്ര കാരുണ്യമുള്ള മുത്തുനബി ഒന്നും തന്നെ തള്ളിക്കളയൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്ത് മനസ്സിലായി? തള്ളിക്കളയാത്ത, പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു അമലുണ്ടെങ്കിൽ തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മൗലിദ് നമ്മൾ ഓതി, ഒരു മൗലിദങ്ങൾ സംഘടിപ്പിച്ചു, ഒരു മദ്ഹ് ഞാൻ പറഞ്ഞു, ഒരു മദ്ഹുകൾ കേട്ടു, ഒരു സ്വലാത്ത് ചൊല്ലി. അതിൻ്റെ ഒന്നും പുഴുക്കുത്തുകൾ നോക്കുന്നവരാരല്ല? മലക്കുകളല്ല. മറ്റു സർവ്വ അമലുകളും നോക്കുന്നത് മലക്കുകളാണ്. അവരെന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അത് മേൽപോട്ട് ഉയർത്തൂല, അത് തൂങ്ങാൻ അവിടെ ഉണ്ടാവില്ല. മറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മോനെ, എത്രയെത്ര ആലിമീങ്ങള്, സാദാത്തുക്കള് ഇങ്ങനെ പല കാര്യങ്ങൾ ചെന്ന് പറയുമ്പോ നിന്റെ ദുനിയവിയായ ആവശ്യങ്ങളാണല്ലോ കൂടുതലും പറയുന്നത്. കൂടുതലും ആളുകൾ എന്തിനാ സ്വലാത്ത് ചൊല്ലുന്നത്? കൂടുതലും ആളുകൾ എന്തിനാ ദുആ ചെയ്യുന്നത്? കൂടുതലും ആളുകൾ എന്തിനാ ഇത്തരം സദസ്സുകളിൽ വരുന്നത്? വളരെ കൂടുതലും ഭൗതികമായ ആവശ്യങ്ങളാ, രോഗങ്ങൾ സുഖപ്പെടുന്നതിനാ, കടം വീടുന്നതിനാ, ബിസിനസ് പൊട്ടിപ്പെടുന്നതിനാ, വീട് പണി തീർന്നു കിട്ടുന്നതിനാ, മക്കളെ കല്യാണം ശരിയായി കിട്ടുവാനാ.
ഇങ്ങനെ പല ദുനിയാവിന്റെ ആവശ്യങ്ങളാ. ഈ ആവശ്യങ്ങളുമായി വരുമ്പോ ഉസ്താദുമാര് പല സ്വലാത്തുകൾ പറഞ്ഞു കൊടുക്കുന്നു. കടം വീടാൻ സ്വലാത്തുകൾ പറഞ്ഞു കൊടുക്കുന്നു. ക്യാൻസർ സുഖപ്പെടാൻ സ്വലാത്തുകൾ പറഞ്ഞു കൊടുക്കുന്നു. അതേ ഇത്ര സ്വലാത്ത് ചൊല്ലിയാൽ സുഖം കിട്ടുമെന്ന് പറയുന്നു. എന്നാൽ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എത്രയെത്ര ആളുകളാണ് സ്വലാത്ത് ചൊല്ലുന്നത്. അതേ ഹബീബിനെ സ്വപ്നം കാണാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു, ബുറുദ ചൊല്ലുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കണ്ടുകിട്ടാൻ. പക്ഷേ ഇങ്ങനെ 100 ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയപ്പോ നിന്റെ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചിരുന്നില്ല. നിന്റെ കടം വീടാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. നിന്റെ രോഗം സുഖപ്പെടാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ നീ സ്വലാത്ത് നിർത്തിയില്ല. നീ സ്വപ്നം കാണാൻ സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ എന്നെ കണ്ടിരുന്നില്ല. അപ്പോഴും നീ സ്വലാത്ത് നിർത്തിയിരുന്നില്ല. ഇങ്ങനെ 100 ആവശ്യങ്ങൾക്ക് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് നിന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ കണ്ണടച്ചതാ. ആ സ്വലാത്തുകൾ മുഴുവനും ഇന്നത്തെ ദിവസത്തേക്ക് ഞാൻ നീക്കിവെച്ചതാ. അതങ്ങ് കേൾക്കുമ്പോ ഓരോരുത്തരും ചിന്തിച്ചു പോകും. ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുനിയാവിലൊന്നും നേടാതിരുന്നെങ്കിൽ, രോഗം സുഖപ്പെട്ടില്ലായിരുന്നെങ്കിൽ, കടം വിടാതിരുന്നെങ്കിൽ, അല്ലാഹ് എന്റെ ആവശ്യങ്ങൾ നിറവേറാതിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന സമയമുണ്ട്. അതിനാൽ മുസ്ലിമീങ്ങളെ, നമുക്ക് എപ്പോഴും പ്രതീക്ഷയുള്ള, രക്ഷപ്പെടാൻ ഏകമാർഗമായിട്ടുള്ളത് തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ തങ്ങളിലേക്ക് നോക്കുമ്പോ തങ്ങൾ നമ്മെ ഒന്ന് തിരിച്ചു നോക്കണം. എല്ലാ മുസ്ലിമും അമുസ്ലിമും സർവാളുകളും സുന്നത്ത് ജമാഅത്തിലുള്ളവരും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചവരും റസൂലുള്ളാഹിനെ തള്ളിപ്പറഞ്ഞവരും അല്ലാത്തവരും ശഫാഅത്ത് നിഷേധിച്ചവരും അല്ലാത്തവരും എല്ലാവരും നന്മതിന്മ തൂക്കുമ്പോ ഹബീബിന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കുമ്പോ ഹബീബ് ഒന്ന് തിരിച്ചു നോക്കണേ. ഹബീബ് ഒന്ന് തിരിച്ചു നോക്കണമെങ്കിൽ, ഹബീബ് നമ്മെ ഒന്ന് നോക്കണമെങ്കിൽ, ആ പുണ്യപ്പെട്ട മുഖം നമ്മിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കാൻ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ. ചെറുപ്പക്കാരാ, എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ. പെങ്ങളെ, എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് കേൾക്കാതെ ഒരു പ്രഭാഷണം നടത്താൻ എനിക്ക് പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ അറിയാതെ ഹബീബിനെ പറ്റി പറയാൻ പറ്റൂല. ഹബീബ് പങ്കെടുക്കാത്ത ഒരു സദസ്സിലും ഹബീബിനെ കുറിച്ച് പറയൂല. ഇമാം ഇബ്നു ഹജർ തങ്ങള് അവിടുത്തെ ഫതാവൽ കുബ്രയില് 2ാം വാള്യമാണെന്ന് ഞാൻ ഓർക്കുന്നു. 240 44 പേജിലാ. ഒരു പക്ഷേ പേജ് തെറ്റിപ്പോയിട്ടുണ്ടാവാം. വളരെ വ്യക്തമായി പറയുന്നത് കാണാം. ബർസഖിയായ ലോകത്തുള്ള മുത്തുനബി, ഇപ്പോൾ ബർസഖിയായ ലോകത്തുള്ള മുത്തുനബി 2 ഡ്യൂട്ടിയാ. ഒന്ന് ഹബീബായ മുത്തുനബിക്കുള്ള ഡ്യൂട്ടി, അതേ ഹുദൂറു ജനാസത്തി സ്വാലിഹി ഉമ്മത്തിഹി, ഹബീബിന്റെ ഉമ്മത്തിൽ നിന്ന് മരിക്കുന്ന സൽജനങ്ങളുടെ ജനാസ നിസ്കാരങ്ങളിലൊക്കെ ഹബീബിന്റെ ആത്മാവിന്റെ സാന്നിധ്യമുണ്ട്. അല്ലാഹ് താജുൽ ഉലമ വഫാത്തായപ്പോ, അല്ലാഹ് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ വഫാത്തായപ്പോ, അല്ലാഹ് പസൗത്ത് തങ്ങൾ വഫാത്തായപ്പോ, മഹാനായ ജമലുൽ ലൈലി തങ്ങൾ വഫാത്തായപ്പോ, ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലത്തെ വലിയ വലിയ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട ബാബ ഉസ്താദ് വഫാത്തായപ്പോ, ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് വഫാത്തായപ്പോ, ഖദ്ദസല്ലാഹു അസ്റാറഹും, അല്ലാഹ്
എത്ര സ്വാലിഹീങ്ങളാ ജനാസ നിസ്കാരത്തിൽ തടിച്ചു കൂടിയത്. അത്തരം സൽജനങ്ങളുടെ ജനാസ നിസ്കാരത്തിൽ ഹബീബിന്റെ ആത്മാവ് പങ്കെടുക്കുമെന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഹദീസോതി സമർത്ഥിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഡ്യൂട്ടി എന്താണ്? ഹബീബിനെ കുറിച്ച് പറയുന്ന വേദിയില്, ഹബീബിനെ കുറിച്ച് ചൊല്ലുന്ന വേദിയില്, ഹബീബിന്റെ മദ്ഹുകൾ പറയുന്ന വേദിയില്, ഹബീബിനെ വാനോളം പുകഴ്ത്തുന്ന വേദികളിലെല്ലാം അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഇബ്നു ഹജർ തങ്ങൾ വിവരിക്കുന്നുണ്ട്. മക്കളെ ഇരിക്കട്ടെ, ആ ഹബീബിന്റെ സാന്നിധ്യത്തിലാ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കണോ? ആ ഹബീബിനെ വെറുപ്പിക്കരുത്. ആ ഹബീബിനെ നമ്മോട്, ഹബീബ് നമ്മിലേക്ക് നോക്കുമ്പോൾ ഹബീബിന് കാണാൻ പറ്റാത്ത, നോക്കാൻ പറ്റാത്തൊരു ജീവിതം നമ്മളാവരുത്. നമ്മുടെ വേഷം കാണുമ്പോ, നമ്മുടെ ഉടയാട കാണുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കുന്ന രൂപത്തിലാവരുത്. നമ്മുടെ ചലനങ്ങള്, നമ്മുടെ നടത്തങ്ങള്, നമ്മുടെ വേഷങ്ങള്, നമ്മുടെ താടിമുടി മീശ, ഈ മീശ ഇതൊന്നും തന്നെ. ഞാൻ ചോദിക്കട്ടെ മോനെ, ഹബീബ് നിന്നെ നോക്കുമ്പോൾ, ഹബീബ് നിന്നെ കാണുമ്പോൾ, ഹബീബ് ലോകത്ത് വരച്ചു കാണിച്ചു തന്ന ഇത്ര സുന്ദരമായ ദർശനങ്ങളും സുന്ദരമായ വേഷവിധാനങ്ങളും എല്ലാ വൃത്തിയുള്ള കാര്യങ്ങളും മുത്തുനബി അനുവദിച്ച് തന്നിട്ടുണ്ട്. ആ ഹബീബ് വൃത്തിയുള്ള കാര്യങ്ങൾ മുഴുവനും നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ ഹബീബ് പറഞ്ഞതിനെതിരായിട്ട് മോനെ, എന്തേ നിന്റെ താടിക്കൊരു പ്രത്യേക മോഡല് വന്നത്? നിന്റെ മീശക്കെന്തേ പ്രത്യേക മോഡല് വന്നത്? നിന്റെ മുടി എന്താ ഇങ്ങനെ മൃഗങ്ങളുടെ തല പോലെ? എന്താ മരംകൊത്തിയുടെ തല പോലെ? എന്താ സൈഡൊക്കെ ഇങ്ങനെ ചെത്തിപ്പോയത്? ഒരിക്കലെങ്കിലും ഹബീബിനെ കുറിച്ച് പറയാത്ത, സൃഷ്ടിച്ച റബ്ബിനൊരു സുജൂദ് പോലും ചെയ്യാത്ത, മുത്തുനബി ഒരിക്കൽ പോലും അറിയാത്ത, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചറിയാത്ത ആ ഏതെങ്കിലും സിനിമാ താരങ്ങളോ ഫുട്ബോൾ താരങ്ങളോ ക്രിക്കറ്റ് താരങ്ങളോ തരം ആളുകളെ അനുകരിച്ചിട്ട്, അവരെ റോൾ മോഡലുകളായി സ്വീകരിച്ചിട്ട്, അവരെ മുടിമുറിക്കൽ പോലെ നീ മുടിമുറിച്ചിട്ട്, അവര് താടി വെക്കും പോലെ നീ താടി വെച്ചിട്ട്, അവര് മീശ വെട്ടും പോലെ നീ മീശ വടിച്ചിട്ട്, അവരെ പോലെ കുപ്പായം ധരിച്ചിട്ട്, അവരെ കുപ്പായത്തിന്റെ കളറുകള്, അവരെ പാന്റിന്റെ രീതികള്, അതാ വളരെ വൃത്തികെട്ട ഈ സംസ്കാരങ്ങളൊക്കെ നീ ഉൾക്കൊണ്ടിട്ട് നിന്നിലേക്ക് ഹബീബ് നോക്കുമോ? വിശുദ്ധ ഷരീഫിന്റെ ചാരത്ത് നിന്നിട്ട് 10,000 സ്വലാത്തുകൾ, സലാമുകൾ ചൊല്ലിയാൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, എത്രയാ സ്വലാത്ത് ചെല്ലുന്നത്, എത്ര ബുർദയിലാ പങ്കെടുക്കുന്നത്, എത്ര സ്വലാത്തുകളാ മുത്തുനബിക്ക് ചൊല്ലുന്നത്. ഇങ്ങനെയെല്ലാം മുത്തുനബിക്ക് സ്വലാത്തും സലാമും ചൊല്ലിയിട്ട്, ഇങ്ങനെയൊക്കെ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞിട്ട് കേട്ടിട്ട്, ഇങ്ങനെയൊക്കെ മുത്തുനബിയോട് അടുക്കാൻ ശ്രമിച്ചിട്ട് ഇന്ന് വരെ ഒരിക്കലെങ്കിലും എന്താ ഈ റസൂലുള്ളാഹിനെ നീ ഒന്ന് കാണാതിരുന്നത്? ഒരിക്കലെങ്കിലും എന്തേറിന്റെ കാതുകൊണ്ട് നബിയുടെ ആ സ്വരമൊന്ന് കേൾക്കാതിരുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ഞാൻ പറയുന്നു, ഒരിക്കലെങ്കിലും മുത്തുനബിയെ നീ കണ്ടിട്ടില്ലെങ്കിൽ, ഒരിക്കലെങ്കിലും ആ സ്വരം നീ ഒന്ന് കേട്ടിട്ടില്ലെങ്കിൽ, ഈ കണ്ണ് പിന്നെ നിനക്കെന്തിനാ? ഈ കാത് പിന്നെ നിനക്കെന്തിനാ? ഈ ദുനിയാവിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ കാണാതെ, റസൂലുള്ളാഹിന്റെ സ്വരമൊന്ന് കേൾക്കാതെ, ആഖിറത്തിലെത്തുമ്പോൾ തങ്ങളെ കാണാമെന്നും, തങ്ങൾ നിന്നെ പരിഗണിക്കുമെന്നും, തങ്ങൾ നിന്റെ മുഖത്ത് നോക്കുമെന്നും, തങ്ങൾ നിന്നെ ശ്രദ്ധിക്കുമെന്നും വിചാരിക്കണ്ട, അങ്ങനെ കരുതി വെക്കണ്ട. മൻ കാന ഫീ ഹാദിഹി അഅ്മാ ഫഹുവ ഫിൽ ആഖിറതി അഅ്മാ.
മരിക്കുന്നതിന്റെ മുമ്പ്, നിന്റെ അന്ത്യശ്വാസം വലിക്കുന്നതിന്റെ മുമ്പ് പുന്നാര നബിയുടെ മുഖമൊന്ന് കണ്ടില്ലെങ്കിലോ ആഖിറത്തിൽ കാണുമെന്ന് കരുതുന്നുവോ? തങ്ങൾ നിന്നെ നോക്കുമെന്ന് കരുതുന്നുവോ? എന്തേ നീ കാണാത്തത്? ആ നബിക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലാണോ നിന്റെ ജീവിതമുള്ളത്? അങ്ങനെയാണോ നിന്റെ വേഷമുള്ളത്? അങ്ങനെയാണോ നിന്റെ നടപടിയുള്ളത്? എന്തൊക്കെയാ നിന്റെ കൈകളെ കൊണ്ട് ചെയ്യുന്നത്? എന്തൊക്കെയാ നിന്റെ വായിലൂടെ വരുന്നത്? എന്തൊക്കെയാ വായിലൂടെ നീ അകത്താക്കുന്നത്? എന്തൊക്കെയാ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത്? എന്തൊക്കെയാ നിന്റെ കാതുകൊണ്ട് കേൾക്കുന്നത്? കേൾക്കുന്നതൊക്കെയും മുത്തുനബിക്ക് ഇഷ്ടപ്പെടാത്തതാ, കാണുന്നതൊക്കെയും മുത്തുനബിക്ക് ഇഷ്ടപ്പെടാത്തതാ, പറയുന്നതൊക്കെയും മുത്തുനബിക്ക് ഇഷ്ടപ്പെടാത്തതാ, തിന്നുന്നതൊക്കെയും മുത്തുനബിക്ക് ഇഷ്ടപ്പെടാത്തതാ. ആ ഹബീബ് നിനക്ക് മുഖം നൽകുമോ? നിനക്ക് കാണാനൊക്കുമോ? ചിന്തിക്കണ്ടേ റസൂലുള്ളാഹ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഹബീബിനെ കാണണം. കാണാത്ത കണ്ണ് നമുക്ക് എന്തിനാ? ഞാൻ നിർത്തുകയാണ് സഹോദരന്മാരെ, കഴിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടില്ലെങ്കിൽ പിന്നെ ഈ കണ്ണ് എന്തിനാ? ഈ കാത് പിന്നെ എന്തിനാ? ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഈ അടുത്ത ദിവസമല്ലേ ഇവിടുത്തെ ഉറൂസ് സമാപിച്ചത്. കേരളത്തിലെ ആളുകൾക്ക് ഇഷ്കിനെ കുറിച്ച്, റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ഇഷ്കിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയ ആശിഖുർ റസൂലാണ് കുണ്ടൂർ ഉസ്താദ്. വെറുതെ ഇത്രയും നമ്മുടെ നാട്ടില് പ്രചരിപ്പിക്കാൻ നല്ല ഒരു പങ്ക് മഹാനായ കുണ്ടൂർ ഉസ്താദിനാണ്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, മദദ് നമുക്ക് നൽകുമാറാവട്ടെ. കുണ്ടൂർ ഉസ്താദിന്റെ ശൈഖായിരുന്നു ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. ഈ കേരളത്തിലെ സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾക്ക് തർക്കമില്ലാത്ത പണ്ഡിതനായിരുന്നില്ലേ? ഒരു കാലഘട്ടത്തിൽ SUSന്റെ പ്രസിഡന്റ് ആയിരുന്നില്ലേ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ? ചാപ്പനങ്ങാട് ബാപ്പു മുസ്ലിയാരെ ശൈഖാരായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അവിയൂർ ധാലിതങ്ങളാണ്. ചാവക്കാടിനടുത്തുള്ള അവിയൂർ സയ്യിദ് ധാലിതങ്ങളായിരുന്നു. ബഹുമാനപ്പെട്ട ധാലിതങ്ങള് ആരാ? ഏത് സമയത്തും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് മുത്തുനബിക്ക് സലാം പറയുമ്പോൾ കറക്റ്റ് അതിന്റെ മറുപടി കേട്ടിരുന്ന മഹാനാണ്. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് തങ്ങൾ സലാം അടക്കുന്നത് കേട്ടിരുന്നവരാ. നമുക്ക് നേതൃത്വം നമ്മുടെ പണ്ഡിത നിര, നമുക്ക് നമ്മുടെ നേതാക്കന്മാർ, ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഹബീബിനെ കണ്ടവരാ, കാണുന്നവരാ, സലാം അടക്കുന്നവരാ, കേൾക്കുന്നവരാ, നിരന്തരമായി മുത്തുനബിയുമായി ബന്ധപ്പെടുന്നവരാ. അവരൊന്നും ബിസിനസ്സുകാരല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നില്ല എന്ന് മാത്രം. അവരല്ല പണി. നമ്മുടെ ഒട്ടുമിക്ക ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, ഞാൻ കണ്ടു എന്നിങ്ങനെ നടക്കണ്ട. പക്ഷേ നമ്മുടെ ആലിമീങ്ങൾ ഒട്ടുമിക്ക ആളുകളും അങ്ങനെ കാണാൻ ഭാഗ്യമുണ്ടായവരാ. അല്ലാഹു നമുക്കും ആ ഭാഗ്യം നൽകുമാറാകട്ടെ. വീണ്ടും വീണ്ടും റസൂലുള്ളാഹിനെ കാണാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സീതാലിതങ്ങള് എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സലാം അടക്കുന്നത് കേൾക്കുന്ന ദാലിതങ്ങള് ഒരിക്കൽ സലാം പറഞ്ഞിട്ട് മറുപടി ഒന്നും കേട്ടില്ല. മാനവർക്ക് വല്ലാത്ത സങ്കടമായി. ഞാനതൊന്നും വിശദീകരിച്ച് പറയുന്നില്ല, ഇവിടുത്തെ ആളുകൾ പറയേണ്ടതില്ല, എന്നേക്കാൾ അതിനെക്കുറിച്ച് ബോധമുള്ളവരാ. അങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ടു, കരഞ്ഞു, സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചു, പാതിരാ സമയം വരെ ഉറക്കമൊഴിച്ച് സ്വലാത്ത് ചൊല്ലി, കണ്ണുമാളിപ്പോയി മുത്തുനബിയെ സ്വപ്നത്തിൽ ദർശിച്ചു, ചോദിച്ചു, തങ്ങൾ എന്തേ എന്റെ സലാം അടക്കാതിരുന്നത്? എന്തേ തങ്ങളുടെ സലാം കേൾക്കാതിരുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദ് ധാരിതങ്ങളോട് പറഞ്ഞത്, ഒരുമനയൂർ അബ്ദുറഹിമാൻ മുസ്ലിയാർ ഒരു ശരീഅത്തിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളത് പരിഗണിച്ചില്ല, പിന്നെ നിങ്ങളെ സലാം ഞാനെങ്ങനെ മടക്കും? ഒരുമനയൂർ അബ്ദുറഹിമാൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാരെ ശരീക്ക, രണ്ടുപേരും ധാരിതങ്ങളുടെ മുരീദ. അവിടുന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളത് പരിഗണിച്ചില്ലല്ലോ. എങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിക ശരീഅത്തിന്റെ എത്ര കാര്യങ്ങളാണ് നാം ധിക്കരിച്ചു കളയുന്നത്, നിന്ദിച്ചു കളയുന്നത്, നിസ്സാരപ്പെടുത്തുന്നത്? ആ നിനക്ക് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ മുഖം നമുക്ക് നൽകുമോ?
തങ്ങളെ കാണാൻ പറ്റുമോ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ തന്നെ കാണണം. എന്നാൽ നാളെ മഹ്ശറിൽ നന്മയും തിന്മയും തൂക്കുമ്പോ അവിടുത്തെ അനുഗ്രഹീതമായ മുഖം കൊണ്ട് ദർശനം കിട്ടിയാൽ വല്ലാത്ത ഭാഗ്യമാണ്. ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു എല്ലായ്പ്പോഴും മുസ്ലിം ഉമ്മത്ത് അനുസ്മരിക്കുന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. അടുത്ത അല്പസമയം മുമ്പ് നമ്മൾ വാങ്ക് കേട്ടു. ഈ വാങ്ക് ആദ്യമായി സ്വപ്നത്തിൽ ദർശിച്ചത് ഹബീബിന്റെ സദസ്സിൽ വന്ന് പറഞ്ഞ സ്വഹാബിയാരാ? അബ്ദുല്ലാഹി ഇബ്നു സൈദ് തങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു സൈദ് തങ്ങളാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തത്. ഇന്നഹു അന്താ സൗതം മിൻക, നല്ല ശബ്ദമുള്ള ആൾ ബിലാലാ. അതുകൊണ്ട് ബിലാൽ വാങ്ക് വിളിക്കട്ടെ, നിങ്ങളത് ബിലാലിന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു സൈദ് തങ്ങള് കർഷകനാണ്. മദീനയിലെ പ്രാന്തപ്രദേശത്ത് ഈന്തപ്പന തൈകൾ നട്ടിട്ട് ആ ഈന്തപ്പന തൈകൾ ഇങ്ങനെ നനയ്ക്കുകയാണ്. ഓരോ തൈയിന്റെ മുരട്ടും വെള്ളം കൊണ്ടുപോയി ഒഴിക്കുകയാണ്. വലിയ പാത്രത്തിൽ വെള്ളം കോരിയിട്ട് ഈ പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഏകദേശം 10-11 മണി സമയമാണ്. അത്യുഷ്ണമാണ്, 35-40 ഡിഗ്രി ചൂടുള്ള സമയമാണ്. ആ സമയത്ത് രോമം കരിയുന്ന വെയിലാ. അങ്ങകലെ നിന്ന് തന്റെ തോട്ടത്തിലേക്ക് തന്റെ 8 വയസ്സുള്ള പൊന്നോമന മകൻ ഓടി വരുന്നു. മകന്റെ വരവ് കണ്ടപ്പോ മഹാനവറുകൾ ഓർക്കുന്നു, എന്തിനാണ് എന്റെ മകൻ വരുന്നത്? സാധാരണ ഉപ്പയെ സഹായിക്കാൻ വേണ്ടി വരുന്ന മകനല്ല, ഭക്ഷണം കൊണ്ടുവരുന്ന മകനല്ല, തോട്ടത്തിലേക്ക് വന്ന് പതിവുള്ള മകനല്ല. എന്തോ കാര്യം പറയാൻ ഓടിവരികയാണ്. വെള്ളപ്പാത്രം കയ്യിൽ പിടിച്ചിട്ട് വരുന്ന മകനെ ശ്രദ്ധിക്കുന്നു. അടുത്തേക്കടുക്കും തോറും മകൻ കൂടുതൽ കരയുന്നു. വാവിട്ട് കരയുന്ന മകനെ കണ്ടപ്പോൾ പ്രയാസപ്പെട്ട് നോക്കി നിൽക്കുന്ന ഉപ്പ വിളിപ്പാടകലയെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ ഉപ്പാ വിളിക്കുന്നു, കരയുന്നു. അടുത്തേക്ക് വാ മോനെ, എന്ത് പറ്റി? കാര്യം പറഞ്ഞു കരയൂ. ഉപ്പാന്റെ അടുത്ത് വന്നിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ചു കരയുന്നു. കണ്ണിലേക്ക് നോക്കുന്നു, ഒന്നും പറയുന്നില്ല. മോനെ എന്ത് പറ്റി? കാര്യം പറഞ്ഞിട്ട് കരയൂ. എന്താ സംഭവിച്ചത്? വീട്ടിലെന്തു സംഭവിച്ചു? കുടുംബത്തിലെന്ത് സംഭവിച്ചു? എന്തു പറയാനാ വന്നത്? ഒന്നും പറയുന്നില്ല. ഉപ്പാ വല്ലാതെ വിഷമിച്ചു. മോനെ സംഗതി പറഞ്ഞുകൊണ്ട് കരയൂ. ആ 8 വയസ്സുള്ള പൊന്നോമന മകൻ പറഞ്ഞൊപ്പിക്കുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് മാത്രം പറഞ്ഞു. വാക്കുകൾ നിന്നുപോയി. മോനെ വാചകം പൂർത്തിയായില്ലല്ലോ, എന്തേ പറ്റിയത്? തങ്ങൾക്കെന്തു പറ്റി? ആ പൊന്നുമോൻ പറഞ്ഞൊപ്പിച്ചു, അല്ലാഹുവിന്റെ റസൂൽ നമ്മെ വിട്ടുപിരിഞ്ഞു ഉപ്പാ, വഫാത്തായി പോയി ഉപ്പാ. കേട്ടപാട് തന്റെ മിടിപ്പ് നിന്നുപോയതുപോലെ, ഒരു മിനിറ്റ് ചെക്കായതുപോലെ ഒന്നും മിണ്ടിയില്ല. വെള്ളപ്പാത്രം താഴെ വെച്ചിട്ട് ചോദിച്ചു, മോനെ പറഞ്ഞത് സത്യമാണോ? അതേ ഉപ്പാ, മുത്തുനബി വഫാത്തായി പോയി. ഏങ്ങലടിച്ച് കരയുന്ന മകനോട് ആ സ്ഥലത്തതാ കിടന്നുകൊണ്ട് പറയുന്നു, മോനെ. ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇത് ഇതേ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി പറയുന്നു, മോനെ ആ കാണുന്ന കല്ലിങ്ങെടുത്ത് കൊണ്ടുവാ. ഒരു ചെറിയ കല്ല്, കൈക്കൊള്ളുന്ന കല്ലാണ്, കൂർത്ത കരിങ്കല്ല്. ആ കരിങ്കല്ല് മോന്റെ കയ്യിൽ കൊടുത്തു പറയുന്നു, ഈ ഉപ്പാന്റെ വലത് കണ്ണ്
ഈ കല്ലുകൊണ്ടൊന്ന് കുത്തിപ്പൊട്ടിക്കണം. അതിന്റെ ഭാവി കാര്യങ്ങളൊന്നും ഏറെക്കുറെ ചിന്തിക്കാത്ത ആ പൊന്നുമോനുപ്പാന്റെ നിർദ്ദേശമനുസരിച്ച് ആ കൂർത്ത കരിങ്കല്ലുകൊണ്ട് ഉപ്പാന്റെ വലത്ത് കണ്ണിന് കുത്തി. ആ കണ്ണതാ പുറത്തേക്ക് ചാടി, രക്തം വരുന്നു. നരമ്പുകളോടൊന്നിച്ച് പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന കണ്ണ്, വേദന കൊണ്ട് പിടയുന്ന ഉപ്പ പറയുന്നു, മോനെ കല്ല് താഴെ വെക്കരുത്. ആ കല്ല് കൊണ്ട് ഉപ്പാന്റെ ഇടത്തെ കണ്ണും കുത്തുക. ഇടത്തെ കണ്ണും ആ പൊന്നുമോൻ കുത്തിപ്പൊട്ടിക്കുകയാ. രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ച് പൊട്ടിച്ച കണ്ണിന്റെ പുറത്ത് ചാടിയ കൃഷ്ണമണിയും നരമ്പുമിതാ തൂങ്ങിക്കിടക്കുന്നു. രക്തം നിറഞ്ഞ കണ്ണുമായിട്ട് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ കണ്ണിന് എന്തിനാ, ഈ കണ്ണിന് എന്തിനാ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയില്ലെങ്കിൽ ഈ കണ്ണെനിക്കെന്തിനാ? ഹബീബിനോടുള്ള ഇഷ്ക്, ഹബീബിനോടുള്ള സ്നേഹം, ഹബീബിനോടുള്ള പ്രേമം കേവലം ഹബീബിനെ പിൻപറ്റൽ മാത്രമല്ല, അവിടുത്തെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളൽ മാത്രമല്ല. ഞാൻ മരണപ്പെട്ടാൽ നിങ്ങളൊക്കെ കണ്ണുകുട്ടി പൊട്ടിക്കണം തങ്ങൾ പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് പ്രിയപ്പെട്ട മുസ്ലിമേ, ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ മദീനത്ത് പള്ളിയിലെത്തുമ്പോൾ ഭാര്യയെ കണ്ട്, മക്കളെ കണ്ട്, കുടുംബം കണ്ട്, പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം കണ്ട്, എന്റെ തോട്ടങ്ങൾ കണ്ട് ആസ്വദിച്ച് പള്ളിയിലെത്തുമ്പോ ഹബീബിന്റെ പുഞ്ചിരി തൂകുന്ന മുഖം കാണാൻ കഴിയില്ലെങ്കിൽ ഈ കണ്ണിന്റെ കാഴ്ച ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കണ്ണു കുത്തിപ്പൊട്ടിച്ച സഹാബികളാ, അനുചരന്മാരെയാ നമുക്ക് കാണാനുള്ളത്. മറിച്ചല്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം, മറിച്ചല്ല ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം, മറിച്ചല്ല മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിനെ നമുക്ക് കാണണം, റസൂലുള്ളാഹിന്റെ സ്വരം നമുക്ക് കേൾക്കണം. അതിൽ ഈ കാതിൽ മലീമ സമാവരുത്. ആർമണി മ്യൂസിക്കുകൾ കേട്ടുകൊണ്ട്, ഗീബത്തുകൾ കേട്ടുകൊണ്ട്, നമീമത്തുകൾ കേട്ടുകൊണ്ട്, വേണ്ടാത്തത് സകലം കേട്ടുകൊണ്ട് ഈ കാത് മലീമ സമാക്കരുത്. വേണ്ടാത്തത് കണ്ണുകൊണ്ട് കണ്ണ് മലീമ സമാക്കരുത്. 24 മണിക്കൂറും മൊബൈൽ കയ്യിൽ വെച്ചുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ അശ്ലീല ചിത്രങ്ങളും അശ്ലീല ഫിലിമുകളും കണ്ടുകൊണ്ട് സമയം കളയുന്ന മുസ്ലിമേ, ഈ ഹബീബിനെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? നീ കോടിക്കണക്കിന് സലാത്ത് ചൊല്ലിയിട്ടെന്താ, കോടിക്കണക്കിന് ദിക്ർ ചൊല്ലിയിട്ടെന്താ? ഈ ഹബീബിനെ കാണാൻ നിന്റെ കണ്ണ് പറ്റുമോ? ഈ ഹബീബിനെ കേൾക്കാൻ നിന്റെ കാത് പറ്റുമോ? നിന്റെ സ്വരം ഈ ഹബീബിനെ പറ്റി പറയാൻ നിന്റെ നാവ് പറ്റുമോ? ഞാൻ എല്ലാവരോടും വസിയത്ത് ചെയ്ത് പരമാവധി സ്തൂപ ചെയ്ത് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങി ഇനിയുള്ള കാലമെങ്കിലും ഹബീബിന് ഇഷ്ടപ്പെടുന്ന പൊരുത്തമുള്ളത് മാത്രമേ പറയൂ, പൊരുത്തമുള്ളത് മാത്രമേ കേൾക്കൂ, പൊരുത്തമുള്ളത് മാത്രമേ കാണൂ എന്ന് ശപഥം ചെയ്ത് തിരിച്ചു പോവുക. അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള സദസ്സിൽ നമ്മുടെ സദസ്സ് ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മയൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദോഷങ്ങളും പൊറുത്തു തരട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്പമെങ്കിലും ഇഷ്കും സ്നേഹവും വർദ്ധിക്കുന്നതിന് ഹേതുകമായി നമ്മുടെ ഈ സദസ്സ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ചെയ്തുപോയ തെറ്റുകൾക്ക് കയ്യും കണക്കുമില്ല, ചെയ്തുപോയ ദോഷങ്ങൾക്ക് പരിധിയില്ല. ഒരു തെറ്റുപോലും നിന്നെ ധിക്കരിച്ചു ചെയ്തതല്ല, നിന്റെ ഹബീബിനെ അവഗണിച്ചു ചെയ്തതല്ല, നിന്റെ ഖുർആൻ അവഗണിച്ചുകൊണ്ട് ചെയ്തതല്ല. ദുർബല നിമിഷങ്ങളിൽ വന്നുപോയ പാപങ്ങളാ. നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാ, പൊറുത്തു തരണേ അല്ലാ. ഹബീബിനോട് ഞങ്ങൾക്ക് മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ.
ഉഖ്റവിയായ ആലിമീങ്ങളില് മുതഅല്ലിമീങ്ങളില് സ്വാമിങ്ങൾ അവരെ സ്നേഹിക്കുന്നവരില് ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കള്, മശായിഖുമാര്, ഉസ്താദുമാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, സന്താനങ്ങള്, ഞങ്ങളെ ശിഷ്യന്മാര്, എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് ഖിദ്മ ചെയ്യുന്നവര്, ഞങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നവര്, ഞങ്ങൾ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാണെന്ന് കരുതി പലവിധേന സഹായിക്കുന്നവര്, സഹകരിക്കുന്നവര്, എല്ലാവരെയും മുത്തുനബിയുടെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. ഹബീബിന്റെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്തൊക്കെ നന്നാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും, ഉസ്താദുമാര്, മശായിഖുമാരിൽ പലരും, ബന്ധുക്കൾ, കുടുംബങ്ങളിൽ പലരും ഇന്ന് ആറടി മണ്ണിലാണ്, ബർസഖിയായ ലോകത്താണ്. അവരെ ഖബറുകളൊക്കെ സ്വർഗമാക്കല്ലാഹ്, വിശാലമാക്കല്ലാഹ്. റബ്ബേ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അവരോടൊന്നിച്ചു ചേരുമ്പോ ഞങ്ങളെ ഖബറ് മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്. ഇൽമും ഈമാനും ഹിദായത്തും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്, വർദ്ധിപ്പിക്കണേ അല്ലാഹ്. പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള സദസ്സിൽ ഞങ്ങളെ സദസ്സ് ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചവർ, ഈ പള്ളിയെ ഇമാറത്ത് ചെയ്യുന്നവർ, ഇതിനു വേണ്ടി സഹായിക്കുന്നവർ, ഇതിൽ പങ്കെടുത്തവർ, ഇവിടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, ഇതിനോട് സഹായിച്ചവർ, സഹകരിച്ചവർ സർവരെയും നിന്റെ മുത്തുനബിയുടെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്, അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരു മനുഷ്യൻ ഏതെല്ലാം നിലക്ക് നന്നാകേണ്ടതുണ്ടോ ആ നിലക്ക് ഞങ്ങളെയൊക്കെ നന്നാക്കി തരണേ അല്ലാഹ്, നന്നാക്കി തരണേ അല്ലാഹ്, നന്നാക്കി തരണേ അല്ലാഹ്. اللهم اغفر أمة محمد، اللهم ارحم أمة محمد.